കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഇങ്ങനെ ദൈവസന്നിധിയിൽ കൂടി വരാനിടയായ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ന്യായപ്രമാണം തന്നതിൻ്റെ, കഴിഞ്ഞ ആഴ്ചയല്ല അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ന്യായപ്രമാണം എന്തിനു തന്നു, അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനിടയായി തീർന്നു. എല്ലാം ഓർക്കുന്നുണ്ടോ? ന്യായപ്രമാണത്തിന് ആത്മാവിനെ നൽകാൻ കഴിയത്തില്ല, നീതീകരണം കൊണ്ടുവരാൻ കഴിയുന്നില്ല, വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയുടെ മാറ്റമില്ലായ്മയെ തിരുത്തുവാനോ അല്ലെ അതിനെ മറികടക്കുവാനോ സാധിക്കുന്നില്ല. പിന്നെ ശാപം മാത്രമേ അതിന് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ ന്യായമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ, എന്തിനാണ് പിന്നെ ഈ ന്യായപ്രമാണ ദൈവം നൽകിയത്? ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുകയായിരുന്നു നമ്മൾ ചെയ്തത്. എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയി. ന്യായപ്രമാണം എന്തിനാ തന്നത്? ക്രിസ്തുവിലേക്ക് ഒരു വഴികാട്ടിയായിരുന്നു. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ പൗലോസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്ന് ശിശുപാലകൻ, അതെ, ആ വാക്ക് പെഡഗോഗി, ആ വാക്ക് നമ്മൾ പറയാനിടയായി തീർന്നു. ഒരു ശിശുപാലകനായിട്ട് ആണ് ന്യായപ്രമാണം വഴികാട്ടിയത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല വേറൊരു വാക്കൂടെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? പ്രിസൺ, ഒരു ജയിലിലാണ്, ഒരു തടവറയിലാക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ഒരു അണ്ടർ ദ കസ്റ്റഡി, ഒരു സൂക്ഷിപ്പാണ്. പക്ഷേ അവിടെ എന്തില്ല, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അതായിരുന്നു ചെയ്തത്. പിന്നെ ന്യായപ്രമാണം നൽകാനിടയായ സാഹചര്യം അത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ബിക്കോസ് ഓഫ് ട്രാൻസ്ഗ്രഷൻസ്, നിയമലംഘനങ്ങൾ, അത് നിമിത്തമാണ് അത് നൽകാനിടയായി തീർന്നത്. മാത്രമല്ല ഇതൊരു ടെമ്പററി, ഒരു താൽക്കാലിക നടപടിയായിരുന്നു. ടെമ്പററി ആൻഡ് സെർവ്ഡ് അണ്ടിൽ ദ സീഡ്. ആ വാഗ്ദത്ത സന്തതി വരുന്നത് വരെ മാത്രമായിരുന്നു ന്യായപ്രമാണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. മാത്രമല്ല ന്യായപ്രമാണം മനുഷ്യനെ ബോധ്യപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള മനുഷ്യൻ്റെ അയോഗ്യത ന്യായപ്രമാണം ബോധിപ്പിക്കും. മനസ്സിലായി? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് മനുഷ്യൻ്റെ അയോഗ്യത ഒരിക്കലും ഞാൻ അന്ന് ഒരു വാക്ക് പറഞ്ഞു, തിയറിറ്റിക്കലി ന്യായപ്രമാണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാനായിട്ട് പറ്റും. പക്ഷെ പ്രാക്ടിക്കലി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അത് വ്യക്തമാക്കി തരികയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ മനുഷ്യൻ്റെ അയോഗ്യത ന്യായപ്രമാണം വ്യക്തമാക്കുമ്പോൾ അത് നാച്ചുറലി വേറൊരു കാര്യത്തോട് വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം, അല്ലെങ്കിൽ അതാണ് കൃപ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം 5 സോളാസിലെ സോളാ ഗ്രേഷ്യ, കൃപ മാത്രമേ മനുഷ്യന് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ടൊരു മാർഗമുള്ളൂ. അല്ലെങ്കിൽ ദൈവം വിചാരിച്ചാൽ, ദൈവം കൃപ ചെയ്താൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. മാത്രമല്ല ന്യായപ്രമാണത്തെ സംബന്ധിച്ച് അതിൻ്റെ ഇൻഫീരിയോറിറ്റി, അതിൻ്റെ ഒരു ബലഹീനത എന്ന് പറയുന്നത് മധ്യസ്ഥന്മാർ മുഖാന്തരമാണ് ഏർപ്പെടുത്തിയത്. എന്നാൽ വാഗ്ദത്തം ദൈവം നൽകിയത് എങ്ങനെയായിരുന്നു? മധ്യസ്ഥ മുഖാന്തരമാണോ? അല്ല, ഡയറക്റ്റായിട്ട് അബ്രഹാമിന് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള അകൽച്ചയാണ് നമുക്ക് ബോധ്യമാക്കി തരുന്നത്. മാത്രമല്ല അത് ഏകപക്ഷീയമായിട്ട്, വാഗ്ദത്തം ദൈവം ഏകപക്ഷീയമായിട്ട് ഉത്തരവാദിത്തം നിറവേറ്റപ്പെടേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഒക്കെ ദൈവത്തിന് മാത്രമായിട്ട് ആണ് അവിടെ നൽകുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ശരിക്കും യേശുക്രിസ്തുവിലേക്ക് ഉള്ള ഒരു വഴി കാട്ടി, അല്ലെങ്കിൽ പ്രിപ്പയർ ദ വേ ഫോർ ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ഒരു വഴികാട്ടിയായിട്ട് നിൽക്കുന്നു. മാത്രമല്ല അത് ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്, ഈ ദ ഹോൾ വേൾഡ് ഈസ് അണ്ടർ ദ പ്രിസൺ, ഈ സകല മുഴു ലോകവും അടിമത്തത്തിലാണ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമാക്കി തരികയാണ്. മാത്രമല്ല നമുക്ക് അതിൻ്റെ 24-ാം വാക്യമാണ് നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച് 24-25 വാക്യങ്ങൾ. അങ്ങനെ നമുക്കൊന്നുകൂടെ വായിക്കാം. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ ഇനി നാം ശിശുപാലകന്റെ കീഴിൽ അല്ല. മനസ്സിലായോ? അപ്പോൾ ആ വാക്യം തരുന്ന ഏറ്റവും പ്രധാനമായ ഒരു ആശയമുണ്ട്. അതായത് 24-ാം വാക്യം നമ്മളോട് പറയുകയാണ്, നമ്മൾ ഒരു കാരണവശാലും, അതായത് എന്താ പറയുക, ഈ മനുഷ്യൻ ന്യായപ്രമാണത്താൽ ഒരു കാരണവശാലും നീതീകരിക്കപ്പെടത്തില്ല. എന്നാൽ 25-ാം വാക്യം പറയുകയാണ്, നമ്മളിപ്പോൾ വായിച്ചതാണ്, വിശ്വാസം വന്ന ശേഷമോ ഇനി നമ്മൾ ശിശുപാലകന്റെ കീഴിൽ അല്ല. ആ വാക്യത്തിൻ്റെ അർത്ഥം വളരെ പ്രധാനം. നമ്മൾ പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുകയില്ല എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഉറച്ചു പറയും. പക്ഷെ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നീതീകരിക്കപ്പെട്ട ഒരാൾക്ക് ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരിക്കലും ജീവിത പ്രമാണമാകുന്നില്ല. മനസ്സിലായോ?
അതാണ് ന്യായപ്രമാണം ഒരിക്കലും നമ്മുടെ ജീവിത പ്രമാണമാകുന്നില്ല. ശിശുപാലകനായിട്ട് നമുക്ക് ഭവിച്ചു, വിശ്വാസം വന്ന ശേഷമോ ഇനി നാം ശിശുപാലകന്റെ കീഴിലല്ല. ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? ന്യായപ്രമാണം ഒരിക്കലും ഒരു നീതീകരിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിത പ്രമാണമാകുന്നില്ല. അതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. അത് നമ്മുടെ ജീവിത പ്രമാണമാകണം. മനസ്സിലായോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ മുമ്പോട്ട് കടന്നു വന്നു. പക്ഷെ ഗലാത്യരോട് ഈ യൂദായിസക്കാർ പറയാണ്, നിങ്ങൾ അത് മാത്രം കൊണ്ട് പറ്റത്തില്ല, പിന്നെ എന്ത് വേണം? ന്യായപ്രമാണം ജീവിത പ്രമാണമാക്കി ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് പോകാനായിട്ട് അതുകൂടെ വേണം. ഇതിനെയാണ് ഏറ്റവും നിശ്ചിതം. ഈ ഓരോ വാദങ്ങളും അല്ലെങ്കിൽ ഈ ഓരോ സംഗതികളും അവതരിപ്പിക്കുമ്പോൾ ആ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, അല്ലെങ്കിൽ കൃപയാൽ വിശ്വാസത്താൽ മാത്രം. മനസ്സിലായി? ഇതാണ് പ്രൂവ് ചെയ്ത് വരുന്നത്. അങ്ങനെ ഇപ്പൊ എത്ര കാര്യമായി? ഈ 3-ാം അധ്യായത്തിലെ 7 സംഗതികളാണ് ഉള്ളത്. ഓർക്കുന്നുണ്ടാവുമല്ലോ? അതിന്റെ പേരെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നാമത്തെ എന്തായിരുന്നു? ഗലാത്യരുടെ സ്വന്തം അനുഭവം. 2 ഉറക്കപ്പറ അബ്രഹാമിന്റെ ഉദാഹരണം. 3 ന്യായപ്രമാണത്തിന്റെ സ്വാധീനം, എഫക്റ്റ് ഓഫ് ദ ലോ. ന്യായപ്രമാണത്തിന്റെ സ്വാധീനം, അതായത് അത് മനുഷ്യനെ ശാപത്തിന് കീഴിലാക്കുകയാണ് ചെയ്തത്. അതാണ് ആ പോയിന്റിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും അതുകൊണ്ട് ന്യായപ്രമാണം രക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. അതൊക്കെയാണ് നമ്മൾ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. 4-മത് എന്തായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം അല്ലെങ്കിൽ ക്രൂശിലെ പ്രവൃത്തി. 5-മത്തെ പോയിന്റ് വിശ്വാസം എന്ന എല്ലാ കാലത്തും ഉള്ള ദൈവത്തിന്റെ ആ ശാശ്വതമായ വ്യവസ്ഥ, അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് ന്യായപ്രമാണത്തിന്റെ യുഗത്തിലും ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ നിന്നും വായിച്ച എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ന്യായപ്രമാണം തരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ പ്രമാണത്തിന്റെ അടിസ്ഥാന കാരണമാകുന്ന അല്ലെ ദൈവം വാഗ്ദത്തം ചെയ്ത അബ്രഹാമിനോട് ആ ന്യായപ്രമാണത്തിന് മുമ്പേ ദൈവം എങ്ങനെ നീതീകരിച്ചത്? വിശ്വാസത്താൽ, അല്ലേ? അത് വിശ്വസിച്ചു, നീതിയായി കണക്കിട്ടു. നമ്മളത് ചിന്തിച്ചു. അപ്പോൾ വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. അത് ന്യായപ്രമാണം വന്നു കഴിഞ്ഞാൽ മാറിയിട്ടില്ല, അതിന് മുമ്പേയും മാറ്റം ഉണ്ടായിരുന്നില്ല. 6-മത്തെ പോയിന്റ് എന്താണ്? ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു അബദ്ധം പറ്റിയതല്ല. പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവത്തിനൊരു അബദ്ധം പറ്റിയതാണോ? ഒരിക്കലും അല്ല. അതാണ് പറയുന്നത് പെരിഷ് ദ തോട്ട്. അങ്ങനെ ഒരു ചിന്ത പോലും പാടില്ല, ഒരിക്കലും അല്ല. അതാണ് പൗലോസ് പറയുന്ന വാചകം. അങ്ങനെയല്ല. ന്യായപ്രമാണം കൃത്യമായ സമയത്ത് ദൈവം പ്രത്യേകമായ രീതിയിൽ തൻ്റെ ഉദ്ദേശം നിവർത്തിക്കുകയായിരുന്നു. പക്ഷേ അതൊരു ശിശുപാലകനായിട്ട് ആ ജനത്തെ ഒരു തടവിൽ വെച്ച് അവരെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം മനുഷ്യന് ഈ പാപത്തിന്റെ ശരിയായ ബോധം, നിയമലംഘനം എന്താണെന്ന് നിയമം ഉണ്ടെങ്കിലും മനസ്സിലാവുള്ളൂ. ഞാനൊരു 30 കിലോമീറ്റർ സ്പീഡിന്റെ കാര്യമൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ലംഘിക്കുമ്പോഴാണ് ഓൾറെഡി അപകടം അവിടെ ഉണ്ട്, പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ഈ നിയമലംഘനം എന്നുള്ള ആ കുറ്റം കൂടെ വരികയാണ്. ഇതാണ് ന്യായപ്രമാണം ശരിക്കും കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ ഇങ്ങനെ 6 കാര്യങ്ങൾ നിരത്തി പൗലോസ് ഈ വിഷയം സമർത്ഥിക്കുകയാണ്. 7-മത് തീർന്നില്ല, ഒരു കാര്യത്തോടെ പറയണം. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് വായിക്കാം 26 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളും ആകുന്നു. മതി. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ 6 കാര്യങ്ങൾ പറഞ്ഞു, അതിലൂടെ സമർത്ഥിച്ചത് അതേ വിഷയം തന്നെ വീണ്ടും സമർത്ഥിക്കാൻ ഒരു സംഗതി കൂടെ കാണിക്കുകയാണ്. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ അവരുടെ കറണ്ട് പൊസിഷൻ എന്താണ്, ഇപ്പോഴത്തെ സ്ഥാനീയമായിട്ട് അവർക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പ്രസന്റ് പൊസിഷൻ, ദ ബിലീവേഴ്സ് പ്രസന്റ് പൊസിഷൻ, വിശ്വാസികളുടെ ഇപ്പോഴത്തെ സ്ഥാനം എന്ന് പറയുന്നത്. നമുക്കിവിടെ 3 കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം, ദേ ബിക്കെയിം ദ സൺസ് ഓഫ് ഗോഡ്. അവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു, പുത്രന്മാരാകുന്നു. പിന്നെ രണ്ടാമതായിട്ട് കാണുന്നത് ഓൾ ആർ വൺ ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാകുന്നു, വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അവരെല്ലാവരും ഒന്നാകും. മൂന്നാമതായിട്ട് ബിലീവേഴ്സ് ആർ പാർട്ട് ഓഫ് ദി സീഡ് ആൻഡ് ഹെയർ ഓഫ് ദി പ്രോമിസസ് ടു എബ്രഹാം. അതായത് അവർ വാഗ്ദത്ത സന്തതിയുമാകുന്നു, സന്തതിയുടെ ഭാഗമാകുന്നു, അതോടൊപ്പം ആ അവകാശങ്ങളുടെ ആ ഭാഗവാക്കുകളും ആകുകയാണ്. മനസ്സിലായ 3 കാര്യങ്ങൾ. 1, ദൈവ മക്കളാകുന്നു. 2, അവര് ക്രിസ്തുവിൽ ഒന്നാണ്. 3, അവര് ആ വാഗ്ദത്ത സന്തതിയുടെ ഭാഗമാകുന്നു. മാത്രമല്ല വാഗ്ദത്തത്താലുള്ള അവകാശങ്ങൾക്കും
യോഗ്യരായി തീരുകയാണ്. നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. ഓൾ ദോസ് ഹു ബിലീവ് ഇൻ ക്രൈസ്റ്റ് ബിക്കം സൺസ് ഓഫ് ഗോഡ്. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകും. എത്ര അനുഗ്രഹീതമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് ആലോചിച്ച് നോക്കാം. ഇനി നമ്മൾ അതുകൊണ്ട് ശിശുപാലകൻ്റെ കീഴിലല്ല. നമ്മൾ ഏറ്റവും അധികം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മക്കളാണ്. ഈ ശിശുപാലകൻ്റെ കീഴിൽ ആയിരിക്കുമ്പോൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഗാർഡിയൻസ്, രക്ഷകർത്താക്കൾ, അവരുടെ സ്വാധീനം എന്ന് പറയുന്നത് ശരിക്കും ഈ പിന്നെ ആ വളർച്ച പൂർത്തിയാകാത്ത മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ അടിമകളെ പോലെ തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പം ഇൻ പ്രിസൺ എന്ന് പറയുന്ന അതേ സിറ്റുവേഷൻ തന്നെയാണ് ശിശുപാലകൻ്റെ കീഴിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ന്യായപ്രമാണം അനുസരിച്ച് പോകുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് വന്നതോടെ അതിനെ നീക്കുവാനായിട്ടാണ് വന്നത്, അല്ലെ അതിനെ നിവർത്തിക്കുവാനായിട്ടാണ് വന്നത്. എന്നാൽ ഇപ്പോഴും ഈ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്ന യഹൂദന്മാർ ശരിക്കും പറഞ്ഞാൽ ഈ അടിമത്തത്തിൽ തുടരുകയാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയാണ്, കർത്താവ് വന്നതുകൊണ്ട് ഗലാത്യയിലെ വിശ്വാസികൾ ദേ ആർ നോട്ട് അറ്റ് ഓൾ സ്ലേവ്സ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ശിശുപാലകന്റെ കീഴിലുള്ള കുഞ്ഞുങ്ങളല്ല, പിന്നെ അവർ അഡൽട്ട് സൺസ് ആണ് വിശ്വാസത്താൽ. നിങ്ങൾ വിശ്വാസത്താൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകും. അവിടെ പറഞ്ഞിരിക്കുന്നത് അവരെല്ലാവരും പിന്നെ ഈ ജൂയിഷ് ഗാർഡിയൻ്റെ ആ സ്ലേവ് അതിൻ്റെ കീഴല്ല, അടിമത്തത്തിൻ്റെ കീഴല്ല, അവരെല്ലാവരും മക്കളാകുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അതിനകത്ത് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇനി നിങ്ങൾ എന്തിനാണ് ഈ അടിമത്തത്തിലേക്ക് തിരിച്ചു പോകുന്നത്? ദാറ്റ് ഇസ് എന്താ പറയുന്നത്, $1 million ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആ ഉറപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ അടിമത്തത്തിലേക്ക് തിരിച്ചു പോകുന്നത്? അതായത് നമുക്കറിയാം ഈ സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി ഉണ്ട്. അതായത് കുറച്ച് ഉന്നതമായ സ്ഥാനവും കുറച്ച് താഴേക്കിടയിലുള്ള സ്ഥാനം. ലോകത്തിൽ ആരെങ്കിലും ഇപ്പം ഞാൻ കുറച്ച് ഉയരത്തിലാണ്, എനിക്ക് കുറച്ച് താഴണം, അതുകൊണ്ട് ഞാൻ കുറച്ച് താഴ്ന്ന പടിയിലേക്ക് പോകണം, അങ്ങനെ ചിന്തിക്കൂ? ഒരിക്കലും ചിന്തിക്കത്തില്ല, അല്ലേ? അത് നമ്മുടെ ആ ലോജിക്കിന് തെറ്റാണത്. എപ്പോഴും നമ്മൾ ഇപ്പോഴത്തേനേക്കാളും കുറച്ചുകൂടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പൊസിഷൻ എങ്ങനെ നേടാമെന്നാണ് ലോകത്തിലെ മനുഷ്യരെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആത്മീയ വിഷയത്തിൽ അത് തന്നെയാണ് ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ സുപ്പീരിയോറിറ്റി ഏതാണ്? മക്കൾ എന്നുള്ള പൊസിഷനാണ്, അല്ലേ? അതായത് അടിമത്തത്തിലിരിക്കുന്ന ആ സ്ലേവ് കാറ്റഗറിയിൽ ഇരിക്കുന്നത് ഇതിനേക്കാൾ ഇൻഫീരിയർ പൊസിഷനാണ്, ഇതിനേക്കാൾ അധോഗതിയാണ്. പൗലോസ് അതിശയത്തോടെ ചോദിക്കുന്നത്, പിന്നെ അതിലേക്ക് പോകാനാണോ നിങ്ങൾക്ക് ആഗ്രഹം? എന്തിനാ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്? നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ പ്രയോറിറ്റി, ഇപ്പോഴത്തെ ഈ പ്രിവിലേജ്, അതിനെ റിവേർട്ട് ചെയ്യുന്ന എന്തിനാ? അതിനെ എന്തിനാ തലകുത്തി നിർത്തുന്നത്? ഇതാണ് ചോദ്യം. നമുക്കറിയാം ഈ പുത്രൻ, മക്കൾ എന്നുള്ള അത് 27-ാം വാക്യത്തിൽ അതിനെ കൂടുതൽ വിശദീകരിക്കാം. 26-ാം വാക്യത്തിൽ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ് 27-ാം വാക്യം. നമുക്ക് ഒന്നുകൂടെ വായിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്യാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. മനസ്സിലായോ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഈ നമ്മുടെ യേശു കർത്താവുമായിട്ടുള്ള നമ്മുടെ ഒരു ലിവിങ് യൂണിയൻ, അതായത് ഒരു ജീവനുള്ള ഒരു കൂട്ടായ്മ, അതിനെ വിശദീകരിക്കാനായിട്ടാണ് ഇവിടെ ഈ പദപ്രയോഗം നടത്തിയിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ബീയിങ് ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്. മനസ്സിലായോ? ഈ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നത് എന്ന ആ പ്രയോഗം ഒരുപാട് അതിനെക്കുറിച്ച് എന്താ പറയുക, ആൾക്കാർ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയുന്നത് ആത്മസ്നാനമാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ആത്മസ്നാനം നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം ആ വാക്കും വായിക്കുമ്പോൾ 12-13 വായിക്കുമ്പോൾ അവിടെ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന ആക്കി തീർക്കുന്ന ആത്മസ്നാനം എന്നുള്ള നിലയിൽ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ പറയുന്നത് ശരിക്കും ജലസ്നാനം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിങ്കലേക്കുള്ള സ്നാനം, ക്രിസ്തുവിനോട് ചേരുന്ന എന്നതിനേക്കാൾ ക്രിസ്തുവിങ്കലേക്കുള്ള എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മലയാളത്തിൽ ഇതിനെ വിശദീകരിക്കാനായിട്ട് അതായത് നമ്മൾ എന്താ പറയുക, മാനസാന്തര സമയത്ത് ഉളവാകുന്നത് ക്രിസ്തുവിനോടുള്ള ഐക്യത, അത് രഹസ്യത്തിൽ നമ്മൾ ഏറ്റുപറയുകയാണ്. അല്ലെങ്കിൽ രഹസ്യത്തിൽ അത് പരസ്യമായിട്ട് ആരും അറിയുന്നില്ല. മനസ്സിലായി? ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ശരിക്കും കർത്താവിനോട് ചേരുമില്ലേ? ഞാൻ ആ ഒരു ശത്രുപക്ഷത്തായിരുന്നു, പിശാചിൻ്റെ പക്ഷത്തായിരുന്നു. ആ ഭാഗത്തു നിന്ന് എങ്ങോട്ട് മാറുന്നു?
കർത്താവിൻ്റെ പക്ഷത്തേക്ക് അല്ലെ യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലേക്ക് മാറുന്നു. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമുക്കൊരു വലിയ മാറ്റം സംഭവിക്കണം. അപ്പം ശരിക്കും രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ കർത്താവിനോട് ചേരുകയാണ്. പക്ഷേ ഇത് രഹസ്യത്തിൽ നടക്കണം. ഇത് ആർക്കും അറിയാൻ പറ്റത്തില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് എനിക്കും ദൈവത്തിനും മാത്രമാണ് അറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ? നമുക്കും ദൈവത്തിനുമാണ്, അല്ലെങ്കിൽ നമുക്ക് മാത്രമാണ് അറിയാൻ പറ്റും. നമ്മുടെ ഏറ്റവും അടുത്തൊരാൾക്ക് ഒരു തീർച്ചയായിട്ടും നമുക്ക് ബലം കൊണ്ടൊക്കെ ഒരു പരിധി വരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതൊക്കെ ലേറ്റർ ഓൺ, പിന്നീട് ആണ് നടക്കുന്നത്. എന്നാൽ ഈ കാര്യം ഒരാൾ പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്നു. മനസ്സിലായോ? അതായത് അതാണ് ആ ഐക്യത ഏറ്റുപറയുകയാണ്, മറ്റുള്ളവരുടെ മുമ്പാകെ ഏറ്റുപറയാണ്. അതാണെന്ത്? സ്നാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരാള് പിന്നെ കർത്താവിനെ ധരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരാളൊരു പട്ടാളക്കാരൻ, അയാൾക്കൊരു സൈനിക യൂണിഫോം ഉണ്ട് അല്ലേ? ആ സൈനിക യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അയാൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? സൈന്യത്തിലെ ഒരു അംഗം എന്നുള്ളതാണ്. ഇന്ത്യൻ ആർമിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? ആ യൂണിഫോമിൽ ഇന്ത്യൻ ആർമിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സത്യത്തിൽ ഇയാൾ പട്ടാളക്കാരനായത് യൂണിഫോം ഇട്ടുകൊണ്ടാണോ? ആണോ? അല്ല, ഒരിക്കലും അല്ല. അദ്ദേഹം പട്ടാളക്കാരനായിട്ട് അപ്പോയിന്റഡ് ആയതുകൊണ്ടാണ് പട്ടാളക്കാരനായിരിക്കുന്നത്. പക്ഷേ അപ്പോയിന്റഡ് ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് സംഭവിക്കുക, എന്ത് കിട്ടും? ഒരു യൂണിഫോം കിട്ടും. അയാൾ അത് ധരിക്കണം. അത് അതിൻ്റെ ഒരു ഭാഗമാണ്. മനസ്സിലായി? ഇതാണ് ഒരു ലളിതമായ ഉദാഹരണം. നമ്മുടെ ഒരു സാധാരണ ബുദ്ധി മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ കർത്താവിനെ സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൃപയാൽ, ആ വിശ്വാസത്താൽ അത് ഏറ്റുപറയുന്നതിലൂടെ, അംഗീകരിക്കുന്നതിലൂടെ, കർത്തൃത്വം സംബന്ധിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ആ ഉടമ്പടിയിലൂടെ, ഇതെല്ലാം ഒരേ കാര്യം തന്നെ. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടുന്നു. പക്ഷേ അതിനെ, ആ ഏകീഭാവത്തെ പരസ്യമാക്കുകയാണ് ഇത് സ്നാനം. മനസ്സിലായോ? സ്നാനം മാത്രമല്ല, ജീവിതത്തിലെ പിന്നീടുള്ള ആ വളർച്ചയുടെ ഓരോ പടവുകളിലൂടെയും നമ്മൾ ഈ കാര്യം ചെയ്യണം. പ്രത്യേകിച്ച് ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ക്രിസ്തുവിനെ ധരിക്കൽ. നമുക്കറിയാം, ഈ പ്രയോഗം ശരിക്കും പറഞ്ഞാൽ ഒരു റോമൻ അറ്റ്മോസ്ഫിയറിലാണ് പൗലോസ് എഴുതിയിരിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. അതായത് റോമ പശ്ചാത്തലത്തിൽ ഒരു അയാളുടെ മകനെ പ്രായപൂർത്തിയാകുന്ന പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ 4-ാം തീയതി വരുമ്പോൾ അതിൻ്റെ വിശദീകരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങേര് വെക്കുന്ന കാലാവധിയാണ് അത്. എത്ര ഏജ് എന്ന് നമുക്കറിയത്തില്ല. എനിവേ, ആ ഏജ് ആകുമ്പം ഇവൻ മച്യൂർഡായി എന്ന് തെളിയിക്കാനായിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഒരു വിശേഷപ്പെട്ട അങ്കി, ഒരു അങ്കി പോലത്തെ ഒരു സംഭവം, അത് ഒരു സെറിമണി ആയിട്ട്, ഒരു ചടങ്ങായിട്ട് വെച്ചിട്ട് കൊടുക്കും. അതിന് പറയുന്നത് ടോഗ. മനസ്സിലായി? ഡോണിങ് ഓഫ് ദി ടോഗ വിറിൽസ് എന്നാണ് അതിന് പറയുന്നത്. ആ സംഭവം ചെയ്യുമ്പം ഇവൻ അത് ധരിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ഇദ്ദേഹത്തെ, ഈ വ്യക്തിയെ ഇനി ഒരു ശിശുവായിട്ടല്ല, അല്ലെങ്കിൽ ഒരു ബാലനായിട്ടല്ല, പിന്നെ ഒരു മുതിർന്നവനായിട്ട് അവർ പരിഗണിക്കും. മനസ്സിലായോ? അതായത് ഇവൻ ശിശുവായിരിക്കുമ്പോഴും അല്ലെ മകനായിരിക്കുമ്പോഴും ഒക്കെ ആ ബർത്ത് റൈറ്റിന്, ജന്മ അവകാശം അത് ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ മേൽ ഒരു വാദം നടത്തുവാനോ, അല്ലെ അതിനെ ഒന്ന് ആ രീതിയിൽ അനുഭവിക്കുവാനോ, അതിൻ്റെ മേലൊരു ഡിസിഷൻ എടുക്കാനോ ഒന്നും ഈ മച്യൂരിറ്റി വരുന്നവരെ സാധിക്കത്തില്ല. മനസ്സിലായോ? വൺസ് ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ മുമ്പാകെ ഒരു കാര്യം ബോധ്യമായി. എന്താണ്? ഇവനൊരു മച്യൂർഡ് പേഴ്സൺ ആണ്. മനസ്സിലായി? ഇവനൊരു പക്വതയായ ഒരാളാണ്. ശരിക്കും ഇതന്നെയാണ് സംഭവം. മനസ്സിലായോ? ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ അതിൻ്റെ ആചാരങ്ങളോ അല്ലെ അതിൻ്റെ ആ കർമ്മ പദ്ധതികളോ ഇതൊന്നും അനുസരിച്ച് അങ്ങനെ ഇത് പോകേണ്ട ആളല്ല. മറിച്ച് ശരിയായ പുത്രത്വം ലഭിച്ചിരിക്കുന്ന, കർത്താവിൻ്റെ അവകാശങ്ങൾക്ക് യോഗ്യതയുള്ള, മച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കർത്താവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുവിങ്കൽ ഞാൻ മുമ്പേ പറയാണ്ട്, ഈ ആത്മസ്നാനം എന്ന് പറയുന്ന അദൃശ്യമാണ് അല്ലേ? ആർക്കെങ്കിലും കാണാൻ പറ്റൂ? ഇല്ല. എന്നാൽ ഈ ജലസ്നാനം അത് പരസ്യമായിട്ടുള്ളതാണ്, വ്യക്തമാക്കുകയാണ്, മറ്റുള്ളവർക്ക് മുമ്പാകെ കാണുക അത് ചെയ്യാണ്. സത്യത്തിൽ നമ്മൾ സമ്മതിക്കുന്ന എന്താണ്? സ്നാനത്തിൽ ഒരു വിശ്വാസി ജഡത്തിൻ്റെയും നീതി നേടുവാനുള്ള അവൻ്റെ സ്വന്തം പരിശ്രമങ്ങളുടെ എല്ലാം അടക്കം നടത്തുക. മനസ്സിലായി? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ പൊങ്ങി വരുന്നുണ്ടാകും, അതൊക്കെ പിന്നത്തെ വിഷയം. സത്യത്തിൽ സംഭവിക്കേണ്ടത് എന്താണ്? ഒരാൾ സ്നാനപ്പെട്ടാൽ സ്നാനം എത്രയോ പ്രാധാന്യമുള്ളൊരു ശുശ്രൂഷയാണ് എന്നതും കൂടെ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. പലപ്പോഴും ഇതിൻ്റെ ആ ഇമ്പോർട്ടൻസ്
എത്രത്തോളം ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ സംശയിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പാരമ്പര്യമായിട്ട് ഈ പിന്നെ ഒരു വിശ്വാസ ഭവനത്തിൽ, അത് ബ്രദറിനെ മതക്കോസ് എഴുതുവാകട്ടെ, അങ്ങനെയൊക്കെ വളർന്നു വരുന്നവർ പ്രത്യേകിച്ച് ഒരു പ്രായപരിധി ആകുമ്പോഴത്തേനും വീട്ടുകാരും അല്ലെങ്കിൽ സഭക്കാരും ഒക്കെ ചോദിക്കും, സ്നാനപ്പെടണ്ടേ, സ്നാനപ്പെടുന്നില്ല. ഈ ചോദ്യമൊക്കെ ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ചോദ്യത്തിനൊക്കെ മറുപടി ആയിട്ട് ഒരു ദിവസം ഇവൻ അല്ലെങ്കിൽ ഈ കുട്ടി എഴുന്നേറ്റ്, അല്ലെങ്കിൽ ഈ അറിയുന്ന ആള് ആരും ആയിക്കോട്ടെ എഴുന്നേറ്റ് പറയുകയാണ്, എനിക്ക് സ്നാനപ്പെടണം, കർത്താവിൻ്റെ കൽപ്പന എനിക്ക് അനുസരിക്കണം. അപ്പം നമ്മളെന്ത് ചെയ്യും? അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല, സ്നാനം നടക്കും. പക്ഷെ സത്യത്തിൽ ഈ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ കാര്യങ്ങൾ അതിൻ്റെതായ നിലയിൽ ഉൾക്കൊണ്ടിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇത് അനന്തമായിട്ട് ഒരിക്കലും മനസ്സിലാക്കാതെ നീണ്ടു താമസിച്ചു പോകല്ല വേണ്ടത്. മനസ്സിലായോ? ഈ അടക്കപ്പെടൽ എന്ന് പറയുന്നത് മരണത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നടക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ക്രൂശീകരണത്തോട് അല്ലെ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചാൽ ഉടനെ തന്നെ എന്തിനോട് ഏകീഭവിക്കാം? അടക്കത്തോടും ആ പുനരുത്ഥാനത്തോടും ഏകീഭവിക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ജഡത്തിന്റെ അതുപോലെ പരിശ്രമത്തിലൂടെ നീതി നേടാനുള്ള അതിൻ്റെ ശ്രമത്തിൻ്റെ ഒക്കെ അടക്കം ഇവിടെ നടത്തുകയാണ്. എന്നിട്ട് ഒരു പഴയ ആ ജീവിത വഴിയുടെ അന്ത്യവും പുതിയ ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം അതും ആണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ ക്രിസ്തു ന്യായപ്രമാണത്തിന് മരിച്ചടക്കപ്പെട്ടതുപോലെ ഗലാത്യർ ന്യായപ്രമാണത്തിന് മരിച്ചു. അതുകൊണ്ട് ജീവിത പ്രമാണം എന്ന നിലയിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇനി ഒരിക്കലും അതിന് വിധേയപ്പെടുവാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കരുത്. അത് ചോദിച്ചു അതെ ചേർന്നു. പക്ഷെ ചോദിച്ചു മുഴുവനായോ ചോദ്യം? ആ സഭ ഏതാ? അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരം എന്ന സഭ. കർത്താവിന്റെ ശരീരം എന്ന സഭയോട് ചേരാനായിട്ട് ഒരൊറ്റ കാര്യമുള്ളൂ, എന്താണ്? രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് അല്ല, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട്, അതിൽ ഇപ്പൊ വായിച്ചു. അപ്പോ ഇവിടെ എന്താ ഓക്കെ ഞാനതാ പറഞ്ഞു. ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ അത് തന്നെ പറഞ്ഞു. ഇവിടെ ഇവിടുത്തെ സ്നാനം എന്ന് പറയുന്നത് ജലസ്നാനാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ അച്ഛൻ പറഞ്ഞത്. മനസ്സിലായി? ഇവിടുത്തെ സ്നാനം ആത്മസ്നാനം ആയിരുന്നുണ്ടെങ്കിൽ ഇതും എന്ത് വരത്തില്ല. മുമ്പ് ഞാൻ പറഞ്ഞാൽ ഇത് അദൃശ്യമാണ്, കാണത്തില്ല, ആരും അറിയത്തില്ല. അതെ, ഏത് നിലയിലാണ് പറയുന്നത്? അല്ല, ആ അപ്പോസ്തല പ്രവൃത്തി 2:47 ജലസ്നാനമാണെന്ന് പറയുന്നവരുണ്ടോ? ക്രിസ്തുവിനോട് ചേരുക. ദാറ്റ്സ് റൈറ്റ്, അത് കറക്റ്റാണ്. ക്രിസ്തുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ. ഇനി ഞാനിപ്പോ പറഞ്ഞത് ആ രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്നു. ഓക്കെ അതായത് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. ആ സ്നാനം എന്താണ്? കാണാൻ പറ്റൂ, അദൃശ്യമാണ്. അതിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ് ഏത്? ഈ സ്നാനം. പരസ്യമായിട്ട് വ്യക്തമാക്കുക. മനസ്സിലായോ? അതായത് ഞാൻ ഒരു പ്രായപൂർത്തിയായവനാണ് എന്ന് മറ്റവൻ പറയുന്നത് പോലെ ഇത് ധരിച്ചു കഴിഞ്ഞാൽ ലോകത്തോട് വിളിച്ചു പറയും. അതാണ് ആ പ്രയോഗം ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് പിന്നെ ഏതാ ഈ ധരിച്ചിരിക്കുന്നു എന്നുള്ള ആ പ്രയോഗം ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് ജലസ്നാനമാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നത്. ഇനിയും എന്താ പറയുക, ഇതിനെക്കുറിച്ച് വഴക്ക് പിടിക്കേണ്ട ആവശ്യമില്ല, തർക്കിക്കേണ്ട ആവശ്യമില്ല. രണ്ട് ഭാഗം ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം ഇത്രേ ഉള്ളൂ. ഇത് പരസ്യമായിട്ടുള്ള പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർ കാണുക, അതായത് മറ്റുള്ളവർക്ക് മുമ്പാകെ വെളിപ്പെടുത്തുക. അതാണ് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഈ സംഭവം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്താണ്? ഹീ ഈസ് എ ഗ്രോൺ അപ്പ്, അവനൊരു മുതിർന്നവനാണ്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതാ, കംപ്ലീറ്റ് ചെയ്തില്ല. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ടത് എൻ്റെ പോയിന്റ് എന്താണ്? ഐ എം എ ഗ്രോൺ അപ്പ്. ഏത്? സ്പിരിച്വലി ഗ്രോൺ അപ്പ്. ഞാൻ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ ഈ പിള്ളേരുടെ കാര്യം ഞാൻ പറഞ്ഞ അതാണ്. ഈ ശരിയായ ഈ കാര്യം, അതായത് ജഡത്തിൻ്റെയും കർമ്മപ്രവൃത്തികളുടെയും ഒക്കെ അടക്കം നടത്താതെ ഒരുത്തൻ സ്നാനപ്പെട്ടാൽ ഏതാ വെള്ളത്തിൽ പിടിച്ച് മുക്കിയാൽ അത് വെറും വെള്ളത്തിൽ മുങ്ങിൽ മാത്രം ആയിപ്പോവും. ഈ ധരിക്കൽ എന്ന് പറയുന്നത് നടക്കത്തില്ല. മനസ്സിലായി? ഞാൻ പറയാൻ വന്നത് അതായിരുന്നു. അതൊന്ന് പൂർത്തീകരിക്കാനായിട്ടായിരുന്നു ശ്രമിച്ചത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തടസ്സപ്പെടുത്താവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ പുറകിൽ?
ഇതാണ് അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കർത്താവിനെ വ്യക്തമാക്കുക, യഥാർത്ഥമായിട്ട് അവനെ ധരിക്കുക, അത് ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ റോമൻ യുവാവ് അല്ലെങ്കിൽ ആ പ്രായപൂർത്തിയുടെ അടയാളമായിട്ട് അത് ധരിക്കുമ്പോൾ അവൻ ലോകത്തോട് പറയാണ്, ഞാൻ ഒരു മച്ചുവേർഡ് പേഴ്സണാണ്. ഇതേ രീതിയിൽ തന്നെ അത് സ്നാനത്തിലൂടെ അങ്ങനെ ഒരാൾ സ്നാനപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ മെച്യൂരിറ്റി പിന്നീട് കാണിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ആ നിലയിൽ കേപ്പബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ സഭയുടെ ഉത്തരവാദിത്വവും അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പഠിക്കുക. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അനന്തം അജ്ഞാതം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെയിറ്റ് ചെയ്ത് പോകാനും പാടില്ല. കാരണം ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഈ പറയുന്ന മെച്യൂരിറ്റിയിലേക്ക് എത്രയും വേഗം എത്തുക എന്നുള്ളതാണ് ആവശ്യം. നമ്മുടെ വേറൊരു ചിന്ത അതിനകത്തുള്ളത്, നമ്മുടെ ഈ പഴയ നീതി പ്രവർത്തികളുടെ ഒക്കെയുള്ള ഒരു അങ്കി ഉണ്ടായിരുന്നു അല്ലേ, കറപുരണ്ട അങ്കി അല്ലേ. പക്ഷേ പ്രവാചകൻ അങ്ങനെയല്ലേ പറഞ്ഞത്, മനുഷ്യന്റെ നീതി പ്രവർത്തികളൊക്കെ ദൈവത്തിന്റെ മുമ്പിലെ കറപുരണ്ട വസ്ത്രം പോലെ. ആ കറപുരണ്ട അങ്കി മാറ്റിയിട്ടാണ് പുതിയൊരു അങ്കി, ഏത് നീതിയുടെ അങ്കി നമ്മളെ ധരിപ്പിക്കുന്നത്. കർത്താവ് നമുക്ക് ആ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ആ അങ്കിയെ തരുന്നത്, അതിൻ്റെയും അല്ലെങ്കിൽ ആ നീതിഫലങ്ങളുടെ ഒക്കെ പ്രദർശനമാണ് ശരിക്കും ഈ കാര്യം നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിൽ തുടരേണ്ടത്. മനസ്സിലായോ? ഇത് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പോസ് ഷണ്ണനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നതാണ്. ഷണ്ണൻ പോകുന്ന വഴിയിൽ എന്ത് പറഞ്ഞു? ഇതാ വെള്ളം, ഞാൻ സ്നാനപ്പെടുന്നതിന് എന്ത് തടസ്സം? നോർമലി നമ്മുടെ ഒരു എത്യോപ്യയിലെ ഒരു മന്ത്രിയാണ് എന്ന് ആലോചിക്കണം. വളരെയധികം നല്ല പൊസിഷനുണ്ട്, നല്ല സമ്പത്തുണ്ട്. ഫിലിപ്പോസ് ആണെങ്കിൽ ഒരു വണ്ടി പോലും ഇല്ലാതെ, അങ്ങനെ യാതൊരു ഇതുമില്ലാതെ ഇങ്ങനെ ഒരു സുവിശേഷൻ. ദാറ്റ്സ് ഓൾ. ഈ നിലയിലുള്ള ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ ഒരു സുവിശേഷകനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ആളായിരുന്നെങ്കിൽ എങ്ങനെ ഈ സംഗതി അപ്രോച്ച് ചെയ്യുക? അല്ല, അങ്ങനെ ഇപ്പോഴായിരുന്നേ എന്ത് പറഞ്ഞേനെ? ആലോചിച്ചെന്നുള്ളതല്ല, ഇപ്പോഴാണ് ഷണ്ണന്റെ ചോദ്യത്തിന് എന്ത് മറുപടി പറയാം? അതാണ് ഒരു ചോദ്യം ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴാണെങ്കിൽ അവിടേക്ക് ഒന്നുമല്ല പറഞ്ഞത്, അതിനെന്നാ കുഴപ്പം? സാറിന് എപ്പോൾ വേണം സ്നാനപ്പെടണമെങ്കിൽ സ്നാനപ്പെടാമല്ലോ. പിന്നെ ഞങ്ങൾ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. അങ്ങനെയല്ല, നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ, പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. എന്നാലും നമ്മൾ ആ നിലയിലൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മാക്സിമം സുഖിപ്പിച്ച്, കാരണം ഈ ആട് അല്ലെ ഈ മീൻ ചാടിപ്പോകരുത്, അങ്ങനെ നമ്മൾ സ്നാനപ്പെടുത്തിയത്. പക്ഷെ ഈ ഫിലിപ്പോസ് സത്യത്തിൽ ഒരു ക്രൂരതയല്ലേ ചെയ്തത്? ഞാൻ ഇടയ്ക്കൊക്കെ ആദ്യം ഇത് വായിക്കുമ്പോൾ ആലോചിക്കുമായിരുന്നു, എന്നാ ചോദിക്കുന്നത്? അതായത് ഫിലിപ്പോസ് പ്രോത്സാഹിപ്പിക്കുമായിരുന്നോ അതോ ഒന്നും കൂടെ റീഇൻഫോഴ്സ് ചെയ്യുമായിരുന്നു? ഒരു പരിധിവരെ റീഇൻഫോഴ്സ് അല്ലെങ്കിൽ ചെയ്ത് നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അല്ല, പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമായാൽ മതി എന്ന് പറഞ്ഞാൽ ഷണ്ണന് ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ സ്നാനം നടക്കത്തില്ലായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ നിലയിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഈ സ്നാനപ്പെടുന്ന വ്യക്തിക്കാണ്. മനസ്സിലായോ? പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. അപ്പം സ്നാനത്തിലെ ഈ ക്രിസ്തുവിനെ ധരിക്കൽ പരസ്യമായിട്ട് അത് ചെയ്യുന്ന കാര്യം, അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സ്നാനപ്പെടുത്തുന്ന ആൾക്കല്ല, ഈ സ്നാനപ്പെടുന്ന വ്യക്തിക്കാണ്. നമ്മൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഇന്നയാളുടെ കൈ കീഴിൽ സ്നാനപ്പെടണം, അങ്ങനെയാണെങ്കിൽ ഒരു ശകലം ക്രെഡിറ്റ് കൂടുതലുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് പലരും ഇതൊക്കെ സാക്ഷ്യം പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്ന ദൈവദാസന്റെ കൈ കീഴാണ് സ്നാനപ്പെടുന്നത്. അതിൽ അഭിമാനം കൊള്ളുന്നതിൽ കുഴപ്പമൊന്നുമില്ല, കാരണം ആ വ്യക്തി നല്ല ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടരുന്നതിന് ഒന്നും പ്രശ്നമില്ല. പക്ഷേ അതിലൂടെ പ്രത്യേക ഒരു രക്ഷയോ പ്രത്യേക ഒരു ജീവിതവിശുദ്ധിയോ ഒന്നും ലഭിക്കത്തില്ല. ഇതിന്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി, അതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. അത് ആർക്കാണ്? അത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ സ്നാനപ്പെടാൻ പോകുന്ന വ്യക്തിക്കാണ്. അതുകൊണ്ടാണ് ഫിലിപ്പോസ് പറഞ്ഞത് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. അപ്പോൾ ഞാൻ സന്ദർഭവശാൽ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അതാണല്ലോ നടത്തിയത്. ഈ സ്നാപകം നടത്തുന്ന കാര്യം അതാണ്. നമ്മൾ തീർച്ചയായിട്ടും അത് ഒരിക്കലും ഒരു എന്താ പറയാ, ഒരു സമ്മർദ്ദം മുഖാന്തരമോ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം ചോദിക്കുന്നത്. നമ്മുടെ ദേവദാസന്മാര് തീർച്ചയായിട്ടും വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ചോദിക്കുന്നുണ്ട്. അത് യാതൊരു തെറ്റുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിലെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? സ്നാനപ്പെടുന്ന ആൾക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ എല്ലാവരും മക്കളാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രായപൂർത്തിയായ മക്കളാണ്. മനസ്സിലായോ? അല്ലാതെ അടിമത്തത്തിലുള്ള പിന്നെ ഈ ശിശുപാലകന്റെ കീഴിലുള്ള മക്കളല്ല. ദാറ്റ് ഇസ് എ പോയിന്റ്. എല്ലാവരും ഈ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന,
ഈ അങ്കി ഇട്ടിരിക്കുന്ന നീതീകരണത്തിന്റെ ആ അങ്കി ഇടപ്പെട്ടിരിക്കുന്ന മക്കളാണ്. രണ്ടാമത്തെ പോയിന്റ് 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. മനസ്സിലായോ? എത്ര അനുഗ്രഹീതമായ ഒരു പോയിന്റ് ആണ്. നല്ലത്. ഇത് നമ്മളിതിപ്പോൾ ഇവിടെ ഇരുന്ന് വായിക്കുമ്പം പ്രത്യേകിച്ച് നമ്മുടെ പോലത്തെ ഒരു സ്ഥലത്ത് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. ഒരു കുറേ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഉച്ചനീചത്വങ്ങളും അതുപോലെ പിന്നെ കുറേ ഫെമിനിസ്റ്റും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുള്ളതുകൊണ്ട് ഈ ലിംഗവ്യത്യാസവും ഇതൊക്കെ ഒരു പരിധിവരെയൊക്കെ ഇവിടെ കേരളത്തിൽ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളിത് ഈ എഴുതിയ കോണ്ടെക്സ്റ്റിൽ ആലോചിച്ച് നോക്കണം. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്, ഒരു യഹൂദൻ രാവിലെ പ്രഭാത പ്രാർത്ഥന കഴിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാനൊരു വിജാതീയനോ ഒരു അടിമയോ ഒരു സ്ത്രീയോ അല്ലാത്തതിനാൽ ദൈവമേ അങ്ങേ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ 3 പേരും ആരാണ്? ശപിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ കൊള്ളത്തില്ലാത്തവരാ. മനസ്സിലായി? അതായിരുന്നു ചിന്താഗതി. എന്നാൽ ഈ സുവിശേഷം അത് മനുഷ്യൻ്റെ ഈ ഇങ്ങനത്തെ ജാതീയമായ വ്യത്യാസങ്ങളും അതുപോലെ പിന്നെ സ്റ്റാറ്റസ്കോ അനുസരിച്ചിട്ടുള്ള ആ വ്യത്യാസങ്ങളും ലിംഗവ്യത്യാസങ്ങളും എല്ലാം പാടെ ഉടച്ചു കളഞ്ഞിട്ട് എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ എന്ന് പ്രഖ്യാപിക്കാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാം, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഒരു ബിലീവിങ് ജൂ, അതായത് വിശ്വസിക്കുന്ന ഒരു യഹൂദനും വിശ്വസിക്കുന്ന ഒരു വിജാതിയും ജാതിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. രണ്ടുപേർക്കും ഒരേ മാനദണ്ഡമാണ് വെച്ചിരിക്കുന്നത്. എന്തേ ഉള്ളൂ? വിശ്വസിക്കുക. രണ്ടുപേരും രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കൃപയാൽ വിശ്വാസം, അല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. അതുപോലെ തന്നെ അയാൾക്ക് പിന്നെ ഒരു ഹയർ റാങ്ക് അങ്ങനെയൊക്കെ ചിലർക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തോ ആട്ടെ, പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമേ ഇല്ല. ഒരടിമ അയാൾ രക്ഷിക്കപ്പെട്ടാലും അല്ലെങ്കിൽ ഒരു സ്വതന്ത്രൻ രക്ഷിക്കപ്പെട്ടാലും അവർക്ക് തമ്മിൽ എന്തെങ്കിലും റാങ്ക് വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായോ? അവരെല്ലാം ദൈവത്തിന് മുമ്പാകെ ഒന്നുപോലെ. അതുപോലെ സ്ത്രീയും പുരുഷനും. ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രിസ്ത്യാനിറ്റി അല്ലെ ക്രിസ്തീയ വിശ്വാസം, അതാണ് ലോകത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കൊണ്ടുവന്ന വിഷയം എന്ന് പറയുന്നത്. സത്യത്തിൽ മറ്റ് മതങ്ങളിലേക്ക് നോക്കുക, മറ്റ് പിന്നെ വിവിധ സംസ്കാരങ്ങളിലേക്ക് നോക്കുക, അവിടെയൊക്കെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും സ്ത്രീകളെ ഒരു അടിമകളെ പോലെ അല്ലെ ഒരു പിന്നെ വസ്തുവായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. എത്രയോ പരിതാപകരമാണെന്ന് വെച്ചാൽ, വ്യക്തിത്വമുള്ള ദൈവം സൃഷ്ടിച്ച പിന്നെ ആത്മാവ്, ശരീരം, ദേഹി ഇതൊക്കെ ഉള്ള ആ ജീവൽഘടനയെ ഒരു വസ്തുവായിട്ട് ചിത്രീകരിക്കുക. മനസ്സിലായോ? ഞാൻ അടുത്ത പോയിന്റ് പറയാൻ പോവാം. അത് ചോദ്യം കേട്ടോ. അങ്ങനെയാണ് സ്ത്രീകൾക്ക് പട്ടം കൊടുത്തതിന് നമ്മൾ എതിർക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തിൻ്റെ ദൃഷ്ടി വ്യത്യാസമില്ല. പക്ഷേ ഞാനിവിടെ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഉപദേശം സ്ഥാപിക്കാനായിട്ട് പാടില്ല. ദൈവത്തിൻ്റെ തത്വം, ദൈവത്തിന് മുമ്പിലെ കാഴ്ചപ്പാട്, അവരും കൃപയ്ക്ക് കൂട്ടവകാശികൾ. ഇപ്പോൾ സ്ത്രീകളുടെ വിഷയം തന്നെ പറയാം, അവരും ആരാണ്? കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. പിന്നെ രക്ഷിക്കപ്പെടുന്ന ആ വിഷയം സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതിൽ അവർക്ക് യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ സഭയിൽ പെരുമാറേണ്ടതിന്, പൊതുജീവിതത്തിൽ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ ഇടപെടേണ്ടതിന് ദൈവം പ്രത്യേകമായ പ്രമാണങ്ങൾ തന്നിട്ടുണ്ട്. അതും കൂടെ നമ്മൾ അനുസരിച്ചാൽ മതി. അവർക്ക് യാതൊരു എന്താ പറയുക വിലക്കുറവുമില്ല. മാത്രമല്ല സ്ത്രീകളെ ബഹുമാനിക്കണമെന്നാണ് സത്യത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വായിച്ചിട്ടില്ലേ? അപ്പം അങ്ങനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എഴുന്നേറ്റ് നടന്നു വരുന്ന കാണുമ്പോൾ അന്നേരം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുക, അതല്ല. അവരെ പരിഗണിക്കുക, അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുക. മനസ്സിലായോ? ഇതൊക്കെ ചെയ്യണം. ഏതാ? ഭാര്യമാരോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഏത് സ്ത്രീയെയും അവരുടെ എന്താ പറയുക ആ പേഴ്സണാലിറ്റി അല്ലെ ആ ഒരു വാല്യൂ കൊടുത്ത് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീകളെ അടിച്ചമർത്തി വെക്കേണ്ടതായിട്ടില്ല. അതിൻ്റെ അങ്ങനെ ഒരു സാഹചര്യമില്ല. വേദപുസ്തകം ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവർ കൃപയ്ക്ക് കൂട്ടവകാശികളാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും. ഞാനൊരു കാര്യം പറയാം. ഈ ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ ലോകത്തിൽ ഇപ്പം ആ വിഷയം വന്നുകൊണ്ടാണ് 1 മിനിറ്റ് എടുക്കത്തുള്ളൂ. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതൊരു വിവാദമായി തർക്കമാക്കി കൊണ്ടുപോകണ്ട. കുറെ കാലമായിട്ട് ഞാൻ പലരോടും ചോദിക്കണം അല്ലെ ഉത്തരം തേടണം എന്ന് ആഗ്രഹിച്ചിരുന്ന ചോദ്യമാണ്. സ്ത്രീ പുരുഷ സമത്വം എന്നൊന്നുണ്ടോ? വേണമെന്നാണ് പറയുന്നത് അല്ലേ? അല്ലല്ല, വേണമെന്നാണ്. ഞാൻ ബൈബിളിൽ നിന്ന് വിടും. ബൈബിളിൽ നിന്നിട്ട് പൊതുവേ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം.
വേണമെന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത് അല്ലേ? സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്, തുല്യരാണ്. ഒരിക്കലും അല്ല. അത് അവരെ ബഹുമാനക്കുറയ്ക്കാനോ അവരെ ഇൻഫീരിയർ ആക്കാനോ അല്ല പറഞ്ഞത്. പല കാര്യങ്ങളിലും സ്ത്രീകൾ പുരുഷന്മാർക്ക് മേലെ, അവര് അതിനേക്കാൾ അംഗീകരിക്കപ്പെടേണ്ടവരും ഒക്കെയാണ്. പക്ഷെ സ്ത്രീയും പുരുഷനും ഒന്നല്ല, അതിനെന്നെ സംശയം. സ്ത്രീയും പുരുഷനും ഒന്നാണെങ്കിൽ പിന്നെ രണ്ട് പേരിൽ അറിയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. സ്ത്രീ സ്ത്രീയും പുരുഷൻ പുരുഷനുമാണ്. മനസ്സിലായോ? അതിന്റെ അർത്ഥം ഒരാൾ മറ്റേയാളേക്കാൾ ഹയർ ആണ്, ഇൻഫീരിയർ ആണ്, അങ്ങനെയല്ല. ഞാൻ അതല്ല പറയുന്നത്. അപ്പൊ സമത്വം എന്നൊരു സംഭവം ഇല്ല. മനസ്സിലായി? ആ പ്രയോഗം തന്നെ, സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞ പ്രയോഗം തന്നെ തെറ്റാണ്. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാനിത് ഇവിടെ ഇപ്പം സംസാരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. വേദപുസ്തകം വിശദമാക്കുന്ന അനുസരിച്ചിട്ട് നമുക്കറിയാം, ഗുരുതലേഖനത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ഫാമിലിയിൽ സ്ത്രീയുടെ തല ആരാണ്? പുരുഷനാണ്. മാത്രമല്ല സഭയിൽ സ്ത്രീകൾക്ക് ചില പെരുമാറ്റച്ചട്ടങ്ങൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സഭയിൽ ഉപദേശിപ്പാനോ പഠിപ്പിക്കാനോ ഒന്നും സ്ത്രീയെ അനുവദിക്കുന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും ദൈവത്തെ ആരാധിക്കുന്നതിനും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ കൃപയുടെ കൂട്ടവകാശികൾ എന്നുള്ള നിലയിൽ ആ പ്രിവിലേജസ് എല്ലാം അനുഭവിക്കുന്നതിന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ച് തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ശുശ്രൂഷക്കാരത്തികളായ സ്ത്രീകളെക്കുറിച്ചും അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സാഹചര്യം, അത് പറയാനിടയായ കാര്യം എന്നുള്ളത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയാൻ ശ്രമിച്ചാൽ മതി, കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. മക്കളാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, യാതൊരു സംശയവും അതിനകത്തില്ല. അനുദിന ജീവിതത്തിലെ ശുശ്രൂഷകളിലും ഉത്തരവാദിത്തങ്ങളിലും എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. റോബർട്ട് ഗോവറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദൈവദാസനുണ്ട്, വളരെ അനുഗ്രഹീതനായ ദൈവദാസൻ. അദ്ദേഹം ഈ സംഭവത്തെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അധികരിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കും. ന്യായപ്രമാണം കെട്ടിയുണ്ടാക്കിയ സകല ഭിന്നതകളും ദൈവം സജ്ജീകരിച്ച പൊതു ശവക്കുഴിയിൽ മൂടിക്കളയപ്പെട്ടു. അതുകൊണ്ട് ക്രിസ്തു റദ്ദാക്കിയ വ്യത്യാസങ്ങൾ പണിതുയർത്തുന്നതിലൂടെ വിശുദ്ധി അന്വേഷിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കാം, നിങ്ങളിത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ന്യായപ്രമാണം കെട്ടിയുണ്ടാക്കിയ സകല ഭിന്നതകളും ദൈവം സജ്ജീകരിച്ച പൊതു ശവക്കുഴിയിൽ മൂടിക്കളയപ്പെട്ടു. അതുകൊണ്ട് ക്രിസ്തു റദ്ദാക്കിയ ഈ വ്യത്യാസങ്ങൾ പണിതുയർത്തുന്നതിലൂടെ വിശുദ്ധി അന്വേഷിക്കുന്നത് വലിയ തെറ്റാണ്. ഇവർ ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന കർത്താവ് റദ്ദാക്കിയ ഈ കാര്യങ്ങൾ, ന്യായപ്രമാണത്തിലെ ഈ ആചാരങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നതിലൂടെ വിശുദ്ധി അന്വേഷിക്കുക, അല്ലെങ്കിൽ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത്. വിശുദ്ധ ജീവിതത്തിലേക്ക് അത് നമ്മളെ പ്രേരിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. അത് തികച്ചും തെറ്റാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിലൂടെ അപ്പോസ്തലൻ ഈ തെളിവുകളെല്ലാം നിരത്തുന്നതിലൂടെ സമർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: ന്യായപ്രമാണത്തിലൂടെ അല്ലെ പ്രവൃത്തികളിലൂടെ നീതി അന്വേഷിക്കാൻ പോയാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്, അത് സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവം കർത്താവ് റദ്ദാക്കിയ കാര്യങ്ങളെ പിന്നെ നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. അത് റദ്ദാക്കിയതാണെങ്കിൽ നമുക്കും ബാധകമാണ്, നമ്മളതിനെ എടുക്കാനായിട്ട് പാടില്ല. മൂന്നാമത്തെ കാര്യം, നമ്മൾ രണ്ട് വിഷയം പറഞ്ഞ, ഒന്ന് നമ്മളിത് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നാണ്. മൂന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും അബ്രഹാമിൻ്റെ സന്തതിയുടെ ഭാഗമാണ്. അബ്രഹാമിൻ്റെ സന്തതി ആരാണ് എന്ന് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിക്കുകയുണ്ടായി. അബ്രഹാമിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞ ആ പോയിന്റിൽ ആരാണ് അബ്രഹാമിൻ്റെ സന്തതി? സന്തതികളല്ല, സന്തതി എന്ന ഏകനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? കർത്താവായ യേശു ക്രിസ്തു അല്ലേ? ആ വാഗ്ദത്തം നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നു പറഞ്ഞ ആ ഒരൊറ്റ വ്യക്തിയെ കുറിച്ചാണ്, നിന്റെ സന്തതി. ആ സന്തതിയുടെ ഭാഗമാവുകയാണ് നമ്മൾ. എങ്ങനെ? കർത്താവിനെ സ്വീകരിക്കുന്നതിലൂടെ, കർത്താവിൻ്റെ മക്കളായി തീരുന്നതിലൂടെ, അല്ലെങ്കിൽ ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ആ സഭയോട് ചേരുന്നതിലൂടെ ഈ പറയുന്ന വാഗ്ദത്ത സന്തതിയുടെ ഭാഗമായിട്ട് നമ്മൾ മാറും. വാഗ്ദത്ത സന്തതിയുടെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ആ വാഗ്ദത്തങ്ങളിലെ അവകാശത്തിൻ്റെ അല്ലേ, സന്തതിയാകുക എന്ന് പറഞ്ഞാൽ നാച്ചുറലി അതിൻ്റെ അവകാശത്തിൻ്റെ കൂടെ ഭാഗമായിട്ട് നമ്മൾ മാറുകയാണ്. രണ്ടു തരം സന്തതികളുണ്ട് അബ്രഹാമിന്. ഒന്നൊരു നാച്ചുറൽ സീഡാണ്. അതാരാണ്? നമുക്കറിയാം, ഇസ്രായേൽ അല്ലേ? 12 യാക്കോബിന്റെ 12 മക്കൾ, ആ 12 ഗോത്രപിതാക്കന്മാർ. അവർക്കും ഒരു വിടുതലുണ്ട്, ഒരു ശേഷിപ്പിന്. റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഈ പറയുന്ന നാച്ചുറൽ സീഡിനേക്കാളും ഈ വാഗ്ദത്തം കൊടുത്തത് ഏത് സന്തതിക്കാണ്? ഈ സ്പിരിച്വൽ സീഡ്, ആത്മീക സന്തതിക്കാണ്. ആ സന്തതിയെക്കുറിച്ചാണ് 3-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അബ്രഹാമിന്റെ ഉദാഹരണത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ വിശദമായിട്ട് അത് ചിന്തിച്ചതാണ്. അപ്പോൾ അവരെങ്ങനെയാണ് മക്കളായത്? വിശ്വാസം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ഓൺലി. അബ്രഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടോ അതേപോലെ തന്നെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ഒരു അബ്രഹാമിന്റെ
സന്തതിയാകുന്നു. അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ ആ 6 മുതലുള്ള വാക്യങ്ങളിൽ പഠിക്കാനിടയായി തീർന്നത്. അപ്പൊ ആ നിലയിൽ വിശ്വാസത്താൽ, കൃപയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിലൂടെ നമ്മളും ആരായി മാറി? ഈ വാഗ്ദത്ത സന്തതിയായി മാറി. തദ്വാര, അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ട് ആ വാഗ്ദത്തത്തിന്റെ എല്ലാ അവകാശങ്ങൾക്കും ആര് യോഗ്യരാണ്? നമ്മൾ യോഗ്യരാണ്. മനസ്സിലായോ? എന്തൊരു അത്ഭുതകരമായ കാര്യം. ന്യായപ്രമാണം ആചരിക്കുന്നതിലൂടെ അബ്രഹാമെ സന്തതിയാകാമെന്നായിരുന്നു ഈ യൂദായിസക്കാർ പഠിപ്പിച്ചുകൊണ്ട്. എന്നാൽ ന്യായപ്രമാണം ആചരിക്കുന്നതിലൂടെ അല്ല, വിശ്വാസത്താലാണ് അബ്രഹാമിന്റെ യഥാർത്ഥ സന്തതി, സ്പിരിച്വൽ സീഡ് ആകാനായിട്ട് പറ്റുന്നത്. എത്ര വലിയ സത്യമാണ് എന്നാലോചിച്ചത്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ആ അവകാശം അത് നിവൃത്തിയാക്കപ്പെട്ടത് എവിടെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിലാണ്. പാപികൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ക്രിസ്തുവിനോട് കൂടെ ഒന്നാകുകയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അങ്ങനെ അവര് എന്താ പറയുക, A=B=C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി A=C. മാത്തമാറ്റിക്സിലെ ഒരു ഫോർമുലയാണ് എന്ന് പറയുന്നത് പോലെയാണ്. അബ്രഹാമിന്റെ പിന്നെ വാഗ്ദത്തം, അതായത് ദൈവം നൽകിയ വാഗ്ദത്തത്തിന് നിവൃത്തിയായ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒരു പാപിയായ വ്യക്തി ചേരുമ്പോൾ അവരും ഈ വാഗ്ദത്തത്തിന്റെ ഭാഗമാകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിന്റെ അവകാശങ്ങളുടെ എല്ലാം ഭാഗവും ഈ വ്യക്തികൾ, ഈ രക്ഷിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടവർ ആയിത്തീരുന്നു. ഇതാണ് അവകാശികളാകുക എന്ന് പറഞ്ഞാൽ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 29 വാക്യം, ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. 3 കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, നമ്മൾ കർത്താവിന്റെ ദൈവത്തിന്റെ മക്കളാണ്, സൺസ് ഓഫ് ഗോഡ്. മനസ്സിലായ, ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ പിശാചിന്റെ മക്കളായിരുന്നു, പാപത്തിന്റെ അടിമകളായിരുന്നു, പാപത്തിന്റെ ദാസന്മാരായിരുന്നു. എന്നാൽ നമുക്ക് എന്ത് സംഭവിച്ചു? വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളായി തീരുവാനിടയായി. ആ ദൈവമക്കൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അത് എത്രയോ അനുഗ്രഹീതമായ സന്ദേശമാണ്. മാത്രമല്ല അവര് പിന്നെ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തങ്ങളുടെ അവകാശികളും. ഇത് ന്യായപ്രമാണത്തിൽ ഒരിക്കലും ഓഫർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെൻസ് പ്രൂവ്ഡ്, എന്ത്? ന്യായപ്രമാണത്താൽ അല്ല, വിശ്വാസത്താൽ, കൃപയാൽ മാത്രമാണ് നീതീകരണം നടത്തുന്നത്. 7 കാര്യങ്ങൾ. അതായത് ഒരു സമർത്ഥനായ താർക്കികന്റെ മോഡിൽ അപ്പോസ്തലൻ പൂർണ്ണമായിട്ട് ഈ കാര്യം അവിടെ സമർത്ഥിച്ചിരിക്കുകയാണ്. അതിൽ ന്യായപ്രമാണവും അവരുടെ ചരിത്രവും അബ്രഹാമിന്റെ ചരിത്രവും പിന്നെ ദൈവശാസ്ത്രപരമായ വിഷയങ്ങൾ എല്ലാം അവതരിപ്പിച്ചു. ഏറ്റവും അവസാനം ഏറ്റവും ശ്രേഷ്ഠമായ ദൈവത്തിന്റെ മക്കളായി തീരുന്ന, അല്ലെ വിശ്വാസികളാകുന്നവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റത്തെക്കുറിച്ച്, യേശുവിനുള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്ന് നമ്മൾ പാട്ട് പാടുന്നുണ്ട്. ഇതാ മാറ്റം വരുന്നത്. മനസ്സിലായോ? എൻ്റെ അസുഖം മാറി, അല്ലെ എനിക്ക് പിന്നെ അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ജീവിതത്തിൽ വന്നപ്പം ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുന്ന ആൾക്കാർ സത്യത്തിൽ സാക്ഷ്യം പറയേണ്ടത് എന്താണ്? ഹൃദയംഗമായി സാക്ഷ്യം പറയേണ്ടത്, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവിനെ കണ്ടുമുട്ടതിലൂടെ, കർത്താവിനെ സ്വീകരിച്ചപ്പോൾ ഉണ്ടായ മാറ്റം, ഞാൻ ദൈവത്തിൻ്റെ മകനായി. ഇനി ഞാൻ ക്രിസ്തുവിൽ എല്ലാവരോടും ഒപ്പം, അല്ലെ ദൈവമക്കളോടൊപ്പം ഒന്നായി. അതും മാത്രമല്ല, ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ആ സന്തതിക്ക് കിട്ടേണ്ടതായ അനുഗ്രഹങ്ങൾ, യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിൻ്റെ ഭാഗവും ഞാനായിട്ട് മാറി. കർത്താവേ സ്തോത്രം. ഇതാണ് നമ്മൾ സാക്ഷ്യമായി അല്ലെങ്കിൽ ഏറ്റുപറയേണ്ടതായിട്ടുള്ള കാര്യം. അപ്പം 3-ാമത്തെ അധ്യായം ഒരു എന്താ പറയുക, ന്യായീകരണമായിരുന്നു. എന്തിൻ്റെ? ഈ ഉപദേശത്തിൻ്റെ, കൃപയാൽ വിശ്വാസത്താൽ നീതീകരണം എന്നുള്ളതിൻ്റെ. 4-ാം അധ്യായം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇതേ കാര്യം തന്നെ കുറച്ചുകൂടെ ഒന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് കടക്കാം. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അതൊരു ലീഗൽ ഇല്ലുസ്ട്രേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഒരു ലീഗൽ ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നിയമപരമായ ഒരു വിശദീകരണം. മനസ്സിലായോ? എന്താണ് പിന്നെ ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനെ ഒന്ന് നിയമപരമായിട്ട് വിശദീകരിക്കുകയാണ്. 8 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പൗലോസിന്റെ ഒരു പേഴ്സണൽ പ്ലീ ആണ്. 20 വരെയുള്ള വാക്യങ്ങൾ ഒരു പിന്നെ ഒരു അപേക്ഷയാണ്, തൻ്റെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അവരോടുള്ള ഒരു അപേക്ഷ എന്ന് പറഞ്ഞാൽ, ഈ നമുക്കറിയാം ഈ പിന്നെ ലേഖനം തുടങ്ങിയപ്പോൾ മുതൽ പിന്നെ മൊത്തം ടോപ്പ് 5th ഗിയറില്ല, ഒരു തരത്തിലും ഒരു നോർമൽ പൊസിഷനിലേക്ക് വന്നിട്ടില്ല, അല്ലേ? ഭയങ്കര ശകാരവും തർജ്ജനവും ബുദ്ധിയില്ലാത്തവരെ എന്നൊക്കെ വിളിച്ചിട്ട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ പിന്നെ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അതല്ലേ ശൈലി. പൗലോസ് പിന്നെ തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ യൂദായിസക്കാരുടെ അവർ തെറ്റുപഠിപ്പിക്കുന്നതിനെയൊക്കെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ 4-ാം അധ്യായത്തിൻ്റെ ഈ പിന്നെ 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ
തൻ്റെ ആ മോഡ് ഓഫ് എക്സ്പ്രഷൻ അതൊന്നും മയപ്പെടുത്തിയിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഒരു അപേക്ഷ പോലെ ഈ കാര്യം ഇത്രയെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു വ്യാഖ്യാനം, എൻ്റെ ഒരു ഭാഷയിൽ പറയാണ്, ഞാൻ ഇത്രയെല്ലാം ഇത് വരച്ച് കാട്ടിയില്ലേ, ഇനി ആ സുവിശേഷത്തിലേക്ക് മാറിയരുത്, പിന്നെ നിങ്ങൾ ഇവിടെ ഇതിൽ ഉറച്ചു നിൽക്കണം. ഇതാണ് താൻ പറഞ്ഞു വെക്കുന്നത്. അതായത് ആ ഉപദേശത്തിൻ്റെ വിശദീകരണമായിട്ട് തൻ്റെ ഒരു പേഴ്സണൽ പ്ലീ. അതിൽ വരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ താൻ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിരുന്ന ചില അനുഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ, അതായത് 3 ഭാഗമായിട്ട് നമുക്ക് ഈ അധ്യായത്തെ തിരിക്കാം. 3ാമത്തെ ഭാഗത്തിൽ തിയോളജിക്കൽ, അതായത് ബിബ്ലിക്കലായിട്ടുള്ള ഇതിൻ്റെ വിശദീകരണം, ദൈവശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായും പഴയ നിയമത്തിലൂടെ ഒക്കെ അതിനെ വിശദീകരിച്ച് തരികയാണ്. അപ്പം ആ നിലയിൽ 4ാമത്തെ അധ്യായം ഇതിൻ്റെ ഒരു വിശദീകരണമാണ്. ഇതേ ഉപദേശം ന്യായീകരിക്കാൻ പൗലോസ് ഉപയോഗിച്ച 3ാം അധ്യായം കഴിയുമ്പോൾ അതിനെ ഒന്നുകൂടെ വിശദീകരിച്ചു തരുന്നു. നമുക്ക് ആ 4ാം അധ്യായത്തിന് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവകാശി സർവ്വത്തിന് യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവരല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെങ്കിൽ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്മൂലത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലും ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. ഈ നമ്മളിപ്പോൾ ചിന്തിച്ചു വന്ന വിഷയത്തിന്റെ അതിൻ്റെ കറക്റ്റ് കണ്ടിന്യൂവേഷനാണിത്. മനസ്സിലായോ? ഒരു പിന്നെ റോമൻ ലീഗൽ സൈഡിൽ നിന്നുകൊണ്ട് ഇത് വിശദീകരിക്കാനായിട്ട് പൗലോസ് ശ്രമിക്കുകയാണ്. അവകാശി സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പത്തെ ക്ലാസ്സിലെ എപ്പിസോഡിൽ ഈ വാക്യം മെൻഷൻ ചെയ്യുണ്ടായി. അതായത് നമ്മൾ ശിശുപാലകന്റെ കീഴിലായിരുന്നു എന്ന് പറഞ്ഞ് ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ കൺസെപ്റ്റ് അതാണെങ്കിലും അത് അടിമ, അങ്ങനെയുള്ള ആ ശിശുപാലകൻ എന്ന് പറയുന്ന ഒരു അടിമ ഈ കുട്ടിയെ അവരുടെ റൂട്ട് ക്ലിയർ ആക്കി ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു കയ്യെ പിടിച്ച് നടത്തുന്ന ആ ഒരു സിറ്റുവേഷനാണ് മനസ്സിൽ വരുന്നതെങ്കിൽ ഇവിടെ അതിന് ഇച്ചിരൂടെ വേറൊരു പേരാ വന്നത്, രക്ഷകന്മാരും ഗൃഹവിചാരകന്മാരും. മനസ്സിലായോ? രക്ഷകൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ കുട്ടി എന്ന് പറയുന്നത്, മകൻ എന്ന് പറയുന്നത് ഈ ഇൻഫൻ്റാണ്, അതായത് ആ ശിശുവാണ്. മനസ്സിലായോ? ശൈശവത്തിൽ. അപ്പോൾ അവനെ പേഴ്സണലി കെയർ ചെയ്യണം. അതുപോലെ ഗൃഹവിചാരം എന്ന് പറഞ്ഞാൽ അവൻ്റെ എസ്റ്റേറ്റ്, ഇതൊക്കെ ആർക്കുള്ളതാണ്? ഈ കുട്ടിക്കുള്ളതാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്കുള്ളതാണ്. പക്ഷേ ശിശു ആയിരിക്കുന്നിടത്തോളം, ഇൻഫൻ്റ് ആയിരിക്കുന്നിടത്തോളം ഇതിൻ്റെ മേലൊന്നും അവന് യാതൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ബർത്ത് റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്, പക്ഷേ അത് അനുഭവിക്കാനായിട്ട്, അല്ലെ ആ നിലയിൽ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ സ്പിരിച്വൽ ഇമ്മച്യൂരിറ്റി, അതായത് ആത്മീയമായ ആ ഒരു പക്വതയില്ലായ്മ, അതിനെ വിശദീകരിക്കാനായിട്ട് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരുടെ ആത്മീയ അപക്വതയെ വിശദീകരിക്കാനായിട്ട് ഈ ശിശുക്കളുടെ ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കുകയാണ്. അവർക്ക് 2 പരിമിതികളാണ് ഉള്ളത്. ഒന്ന്, ഈ രക്ഷകർത്താക്കളുടെയും അതുപോലെ ഗൃഹോപചാരന്മാരുടെയും കീഴിലായിരിക്കുമ്പോൾ അവർക്ക് ഈ ബർത്ത് റൈറ്റ് ഉണ്ട്, അത് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുഴുവൻ ഉടമസ്ഥൻ ആരാണ്? ഇവരാണ്. പക്ഷേ അവർ ഈ നിലയിലായിരിക്കുന്നിടത്തോളം അവർക്കൊരു ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനുവദിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്, അവർക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ആലോചിക്കുക, 18 വയസ്സാകാതെ ഏതെങ്കിലും ഒരു ബിൽപത്രോ ആരെങ്കിലും പിതാക്കന്മാർ ഒരു ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആപ്ലിക്കബിൾ ആകുന്നത് എപ്പോഴാണ്? കൊച്ചിന് പ്രായപൂർത്തിയായാൽ. അത് സെയിം ആ ഒരു കൺസെപ്റ്റ് തന്നെ. ഇവിടെ ഈ പ്രായപരിധി എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ഈ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ബില്ലിൽ, ആ ബിൽപത്രത്തിൽ ഇത് എഴുതിയിട്ടുണ്ടാവും, ഇത്ര വയസ്സാകുമ്പോൾ. മനസ്സിലായോ? അത് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, ആ പിതാവിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അതിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഈ ഏജ് ഓഫ് മാച്യൂരിറ്റി വരുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞതാണ്, അതുകൊണ്ട് അത് ഒന്നുകൂടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, എന്ത് ചെയ്യും? ഒരു പ്രത്യേക വസ്ത്രം അവനെ ധരിപ്പിക്കും. അതൊരു സെറമണിയാണ്, ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ
എല്ലാവരുടെയും കാണുക ഈ പറയുന്ന ടോഗ എന്നാണ് അതിന് പറയുന്നത്. ആ ടോഗ വിറിൽസ് അത് ധരിപ്പിക്കും. അതിൻ്റെ അർത്ഥം ഫോർമലായിട്ടുള്ള അക്നോളജ്മെൻറ്റ് ആണത്. അതായത് എല്ലാവരുടെ മുമ്പാകെ പ്രഖ്യാപിക്കുകയാണ് ഈ ആള് എൻ്റെ മകനും എൻ്റെ അവകാശിയാണ്. മനസ്സിലായോ? ഇത് ഒരു കുട്ടിയായിരിക്കുന്നിടത്തോളം കാലം ആപ്ലിക്കബിൾ അല്ല. ബർത്ത് റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. പക്ഷേ ഇത് പ്രഖ്യാപിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന ആ ധരിക്കലിലാണ്, അല്ലെങ്കിൽ ആ ചടങ്ങിലാണ്. ന്യായപ്രമാണത്തിന് കീഴിലുള്ള യഹൂദന്മാരുടെ അവസ്ഥ ഇതായിരുന്നു. എന്തായാലും നമ്മൾ മുമ്പേ കഴിഞ്ഞ അധ്യായത്തിലെല്ലാം പഠിച്ചുകൊണ്ടിരുന്ന അതാണ് അടിമത്വം, അല്ലേ? അവരൊരു പ്രിസണിലായിരുന്നു, ഒരു തടവറയിലായിരുന്നു, ന്യായപ്രമാണത്തിൻ്റെ തടവറയിൽ. അപ്പോൾ അവർക്ക് സ്വയമായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ അതിർക്കകത്ത് അല്ലെ ആ വേലിക്കെട്ടുകൾക്ക് വെളിയിൽ വരാനായിട്ട് പറ്റത്തില്ല. അതിനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു, അത് അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ആ ഇൻ ദെയർ സ്പിരിച്വൽ ഇമ്മച്യൂരിറ്റി, അവരുടെ ആ ആത്മീയമായ അപക്വതയിൽ അവർ ശരിക്കും അടിമകളായിരുന്നു. എന്നാൽ ഇവിടെ പക്ഷേ പൗലോസ് ആ പ്രയോഗങ്ങൾക്ക് പകരം 3-ാം വാക്യത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് കീഴ് അടിമപ്പെട്ടു. എന്തിനാ അങ്ങനെ പറഞ്ഞു? ന്യായപ്രമാണത്തിന് കീഴ് അടിമപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ പോലെ. വളരെ കറക്റ്റായിട്ടുള്ള ഉത്തരമാണ്. അതായത് ഈ ഗലാത്യരാരാണ്? ഇവര് ഭൂരിഭാഗവും ജാതികളായിട്ടുള്ള ആൾക്കാരാണ്. ഇവര് ന്യായപ്രമാണത്തിന് കീഴായിരുന്നില്ല, പിന്നെ ലോകത്തിന്റെ പ്രമാണത്തിന്റെ കീഴായിരുന്നു. ഇനി ന്യായപ്രമാണമാണെങ്കിലും ലോകത്തിന്റെ പ്രമാണമാണെങ്കിലും എല്ലാം എന്താണ്? അടിമത്തമാണ്. അതാണ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ 3-ാം അധ്യായത്തിൽ കുറെ അധികം തവണ ന്യായപ്രമാണം എന്നുള്ള പ്രയോഗം ആവർത്തിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു പക്ഷേ നമുക്കൊരു സംശയം തോന്നും, യഹൂദന്മാരോടാണല്ലോ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് റൂട്ട് മാറ്റി പിടിച്ചിരിക്കുക, പ്രയോഗം മാറ്റി പിടിച്ചിരിക്കുക. അടുത്ത വാക്യത്തിലും അത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ, മനസ്സിലായോ? ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അത് ന്യായപ്രമാണമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമാണമാകാം, എന്തും ആയിക്കോട്ടെ, എല്ലാം സത്യത്തിൽ അടിമത്തമായിരുന്നു. ഇത് എല്ലാവർക്കും ബാധകമാണ്. നമുക്ക് വേണം ഒരു വാക്യം വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. പെട്ടെന്ന് അത് വായിച്ച് മുന്നോട്ട് പോകും. ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി തുടരുത്, പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? കീഴ്പ്പെടുന്നത് എന്ത്? അതായത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ പിന്നെ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ ഒരു പൊതു സ്വഭാവം ഞാൻ പറയാം. ലോകത്തിലുള്ള ആൾക്കാരുടെ ഈ ലോകത്തിന്റെ ഇപ്പം പിന്നെ യഹൂദന്മാരോടായിരുന്നെങ്കിൽ അവർക്ക് തുടരുത്, പിടിക്കരുത്, അങ്ങനത്തെ പ്രമാണമല്ല. അവർക്കെന്താണ്? ന്യായപ്രമാണത്തിന്റെ ആ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം അനുസരിക്കണമെന്നുള്ള പ്രമാണമായിരുന്നു. എന്നാൽ ഇവിടെ കൊലോസ്യരോട് പറയാണ്, നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ കുറെ പ്രമാണങ്ങളുണ്ടായിരുന്നു. അതെന്തൊക്കെയാ? തുടരുത്, രുചിക്കരുത് എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾക്കകത്ത്, അതുപോലെ പിന്നെ പിന്നെ എന്തൊക്കെയാ ലിസ്റ്റിനകത്തുള്ളത്? രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾ. മനസ്സിലായോ? ഇതെല്ലാം ലോകത്തിലെ മനുഷ്യർ പിന്നെ അയിത്തം, ഉച്ചനീചത്വം, ഇതൊക്കെയാണ് ഇതിനകത്ത് ശരിക്കും വരുന്നത്. ഈ കാര്യങ്ങൾക്കെല്ലാം ഉള്ള നീക്കമാണ് ശരിക്കും വന്നിരിക്കുന്നത് എവിടെ? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ നമ്മൾ ഒന്നാണ് എന്ന് പറയുന്നതിൽ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ ആ പറയുന്ന അടിമത്തത്തിൽ കുടുങ്ങേണ്ട ആവശ്യമില്ല. ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രമാണത്തിന്റെ ഏതുമായിക്കോട്ടെ, രണ്ടാണേലും ഒരുപോലെ അടിമകളാണ്, അടിമത്തത്തിലാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കുക, ആ പാഠങ്ങളെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങൾ. മനസ്സിലായോ? ഈ ആദിപാഠങ്ങൾ എന്നുള്ളതിനേക്കാൾ അത് ബലഹീനവും ദരിദ്രവുമായിരുന്നു. വീക്ക് ആൻഡ് മിസറബിൾ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരിക്കലും നമ്മളെ രക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രിൻസിപ്പിൾസ് അനുസരിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഒരാൾക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അതിൽ തന്നെ ബലഹീനവും ദരിദ്രവുമാകുന്നത്. ഇനി അടുത്ത വാക്യം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്, 4-ാം വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം
പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നമ്മുടെ പിന്നെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ രക്ഷിതാവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ വിസ്മയമായ രീതിയിൽ, ഏറ്റവും അത്ഭുതകരമായ രീതിയിൽ വിവരിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് ഈ വാക്യം. ഒന്നുകൂടെ വായിക്കാം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. മനസ്സിലായോ? ഒന്നാമത്തെ വാക്ക് കാലസമ്പൂർണത വന്നപ്പോൾ, ദ ടൈം ഹാസ് കം. മനസ്സിലായോ? എന്താണ് ഈ കാലസമ്പൂർണത? കാലസമ്പൂർണത എന്ന് പറയുന്നത്, മുമ്പ് ഞാൻ ആ ടോഗായുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർക്കുക, അവിടെ ആരാ നിശ്ചയിക്കുന്നത്? ആ പിതാവാണ്. റോമൻ ഒരു പൗരനായിട്ടുള്ള പിതാവാണ് നിശ്ചയിക്കുന്നത് എത്ര പ്രായം വരെ. ഇവിടെയും ഈ കാലസമ്പൂർണത വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ദ ഹെവൻലി ഫാദർ ഡിസൈഡഡ് ദ ടൈം. പിതാവ് എന്ത് ചെയ്തു? കാലം നിശ്ചയിച്ചു. എന്താണ് ഈ കാലസമ്പൂർണത? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത് രണ്ടും ഒന്ന് തന്നെ. എന്താണ് കാലം തികഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് ഈ കാലസമ്പൂർണത? ദൈവത്തിൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് വരുവാനുള്ള കാലം, അല്ലെങ്കിൽ ആ കാലം എത്തി. ദ ടൈം ഹാസ് കം. അതാണ് അതിൻ്റെ മീനിങ്. ഇതിനെക്കുറിച്ച് വളരെ പിന്നെ ആവേശം തോന്നുന്ന ആ കാര്യം, ദൈവം എങ്ങനെയാണ് കാര്യങ്ങളെ ക്രമീകരിച്ച് ഒരുക്കിയതെന്നുള്ളത്. നമുക്കറിയാം, ഈ AD 1-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് നമുക്കറിയാം, പിന്നെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആരാണ്? റോമൻ അധികാരമാണല്ലോ, അല്ലേ? റോമൻ ഭരണാധികാരമാണ്. അന്നത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എംപയർ, പിന്നെ ഭരണകൂടം എന്ന് പറയുന്നത് റോമൻ ആയിരുന്നു. അതിന് തൊട്ട് മുമ്പ് സമയം, അല്ലെങ്കിൽ റോമൻ അധികാരം വന്നപ്പോൾ റോമൻ ഭരണം ശരിക്കും ആരുടെ കയ്യിൽ നിന്നാണ് ഏറ്റെടുത്തത്? ഗ്രീക്കിൽ നിന്ന്. മനസ്സിലായോ? മാസിഡോണിയ ആ എംപയറിൽ നിന്നാണ് റോമൻ എംപയറിലേക്ക് ഭരണം അല്ലെങ്കിൽ ഈ അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ആ സമയത്തുണ്ടായ ഒരു വലിയ ട്രാൻസിഷൻ ഉണ്ട്. അതായത് റോമക്കാര് ഈ അധികാരം സ്ഥാപിച്ച്, പ്രത്യേകിച്ച് പാലസ്തീൻ, അതുപോലെ ആ മധ്യപൂർവ്വ ഏഷ്യ, അവിടം അല്ലെങ്കിൽ മാസിഡോണിയൻ ഏരിയ, അവിടം കൈവശപ്പെടുത്തിയ സമയത്ത് അവർ ചെയ്ത, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് റോഡാണ്. മനസ്സിലായോ? റോഡ്, അതായത് നല്ല റോഡുകൾ ഉണ്ടാകാനായിട്ട് ഇടയായിരുന്നു. അപ്പം പിന്നെ ഈ റോമൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് നല്ല വഴികളുണ്ടായി. മാത്രമല്ല, ഒരുപാട് ചെറിയ രാജാക്കന്മാരെ അങ്ങനെയുള്ളവരെല്ലാം ഇവർ ഇതിന്റെ ഭാഗമാക്കിയതുകൊണ്ട്, ഇപ്പം ഈ ഗലാത്യ പ്രവിശ്യമൊക്കെ എങ്ങനെയാണ് ചേർന്നെന്ന് ഞാൻ ആ ആദ്യത്തെ ക്ലാസ്സിൽ പറയുണ്ടായി. അങ്ങനെ ആക്കിയതുകൊണ്ട് എല്ലായിടത്തും പൊതുവെ സമാധാനമായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാം. മനസ്സിലായോ? അതിനുള്ള ഒരു വലിയ പിന്നെ ഒരു ഫ്രീ സ്പേസ് ലഭിക്കാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി അവിടെ ഉണ്ടാകാനായിരുന്നു. നല്ല റോഡ് സിസ്റ്റമുണ്ട്. ഇനി ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന പിന്നെ എന്താ പറയുക, ഈ ഗ്രീക്ക് സിവിലൈസേഷൻ, അവരുടെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്നറിയോ? അവരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഗ്രീക്ക് എന്ന് പറയുന്ന ഭാഷ. ഇന്ന് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെയാണ് അന്നെന്ത് ഗ്രീക്ക്. ലോകത്തിൻ്റെ ഭാഷയായിട്ട്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു സംസ്കാരത്തിൻ്റെ ഭാഷയായിട്ട് ഗ്രീക്ക് എന്ന് പറയുന്നത് എല്ലാവരും പിന്നെ ഇഷ്ടപ്പെടുന്ന, പഠിക്കുന്ന ഭാഷയായിട്ട് മാറി. അപ്പം ഒരു ലിംഗ്വ ഫ്രാങ്ക ഓഫ് ദി എംപയർ എന്ന് പറയുന്ന നിലയിൽ ഒരു വലിയ വിപുലമായ ഒരു സാഹിത്യമായിട്ടും വലിയ ഒരുപാട് പിന്നെ അടിത്തറയുള്ളൊരു ഭാഷയായിട്ട് അത് ഡെവലപ്പ് ചെയ്യാനിടയായിട്ടുണ്ട്. ഗ്രീക്കരുടെ ഏറ്റവും വലിയ സംഭാവന ആ ഭാഷയാണ്. അപ്പോൾ റോമക്കാര് ഈ ഫിസിക്കലായിട്ടുള്ള ഈ വഴി, അതുപോലെയുള്ള സൗകര്യം, സമാധാനം, അതെല്ലാം ആ സെറ്റ് ഉണ്ടാക്കി, ദൈവം അവരെ കൊണ്ട് ഉണ്ടാക്കിച്ചു. അത് പറഞ്ഞു. അതിനു മുന്നേ ഗ്രീക്കരെ കൊണ്ട് ഏറ്റവും എന്നല്ല ഞാൻ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അക്സസിബിൾ ആയിട്ടുള്ള ഒരു ഭാഷ ഉണ്ടാക്കി. ഇതിനോടൊപ്പം സംഭവിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, യഹൂദന്മാരെ കാര്യം ഈ അടിമത്തത്തിലും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും അവരവിടെ ചിതറിപ്പോയ, അല്ലെ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ സിനഗോഗുകളിൽ അവരുടെ റെഗുലർ ആയിട്ടുള്ള പിന്നെ ഈ എന്താ പറയുക, ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും അതിനെക്കുറിച്ചുള്ള ആശയങ്ങളും അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മെസ്സിഹായെക്കുറിച്ചുള്ള ഒരു ഹോപ്പ്, മെസ്സിഹ വരും, ഞങ്ങളുടെ രക്ഷയ്ക്ക്, അവരുടെ രക്ഷയ്ക്കായിട്ടാണ് എന്നും ഉണ്ടെങ്കിൽ പോലും മെസ്സിഹായുടെ വരവും അതുപോലെ ഏകദൈവ വിശ്വാസവും ഇത് പ്രചരിപ്പിക്കുവാനായിട്ട് യഹൂദന്മാരെ ദൈവം ഉപയോഗിച്ചു. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടെ യോജിച്ച് വന്ന സമയമാണ്
കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് മനുഷ്യാവതാരത്തിന് തൊട്ട് മുൻപുള്ള സമയം എന്ന് പറയും. ഇതാണ് കാലസമ്പൂർണത എന്ന് പറയുന്നത്. മനസ്സിലായി? ഇത് ഹിസ്റ്റോറിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ഇതെല്ലാം ആദ്യയിൽ തന്നെ ഇതെല്ലാം റെഡിയായിരുന്നു. എന്നാൽ ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം സെറ്റായി അങ്ങനെ വന്നപ്പോൾ ആ കാലസമ്പൂർണതയിൽ അറ്റ് ദാറ്റ് ടൈം നമുക്കറിയാം, ആ കാലസമ്പൂർണതയിൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുവാനായിട്ട് ഇടയായിട്ട്. എങ്ങനെയാണ് വന്നത്? അടുത്ത പ്രയോഗം, അവന് കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ. ഒന്നാമത്തെ കാര്യം, ദൈവം തൻ്റെ പുത്രനെ. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവായ യേശു ക്രിസ്തു ആരാണ്? ദൈവപുത്രനാണ്. സാക്ഷാൽ ഫിലിപ്പി ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം 2-ാം അധ്യായത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തതാണ്. കർത്താവായ യേശു ക്രിസ്തു തൃത്വത്തിലെ ആ ദൈവിക തൃത്വത്തിലെ ആളത്വമായ പുത്രനാണ്. അല്ലെങ്കിൽ സാരാംശത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തുല്യതയുള്ള ദൈവമായ പുത്രൻ ആണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ദൈവം പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മുന്നേ ഇരുന്നവനായിട്ടുള്ള ശ്രീയൻ സാറ് പാടുന്ന അങ്ങനെയല്ലേ, മുന്നേ ഇരുന്നവൻ നീ, പിന്നെ എന്നും ഇരിപ്പവൻ നീ, മാറാതെ എന്നും ഇരിപ്പവൻ നീ, വന്നവൻ നീ, വരാനുള്ളവൻ അല്ലേ? ഓക്കെ, അനുഗ്രഹീതമായ ഗാനം, ഞാനത് ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മുന്നേ ഇരുന്നവനായിട്ടുള്ള ദൈവത്തിന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു, അതാണ് ഒന്നാമത്തെ, ദൈവം തൻ്റെ പുത്രനെ അയച്ചു എന്നുള്ളത്. രണ്ടാമത്, ബോൺ ഓഫ് എ വുമൺ, സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിച്ചു. എന്താ ഈ സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. കറക്റ്റ്. ഉൽപ്പത്തി ദിവസം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ട് അല്ലേ? ഹവ്വയോട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. മനസ്സിലായോ? ആ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ ഗലാത്യ ലേഖനത്തിലൂടെ അതിന് പൗലോസ് ആ കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിനെ കൊണ്ട് എഴുതിച്ചതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ സ്ത്രീയുടെ സന്തതി മാത്രമല്ല, ലോകത്തിലെ ഒരു സാധാരണക്കാരനെ ഒരിക്കലും സ്ത്രീയുടെ സന്തതി എന്ന് പറയാറില്ല. ലോകത്തിലെ നമ്മളൊക്കെ ആരാണ്? സ്ത്രീയുടെയും പുരുഷന്റെ സന്തതി എന്ന് തന്നെയാണ്. സ്ത്രീയുടെയും പുരുഷന്റെ കൂടെ സന്തതി, അങ്ങനെയല്ലേ? പുരുഷന്റെ സന്തതി അല്ലെങ്കിൽ സ്ത്രീയുടെയും പുരുഷന്റെ കൂടെ സന്തതി, ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ബയോളജിക്കലി. എന്നാൽ ഇവിടെ ഒരു വ്യക്തി സ്ത്രീയുടെ സന്തതി ആയിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും അർത്ഥാൽ കർത്താവിന്റെ മനുഷ്യത്വം അതോടൊപ്പം തന്നെ ദൈവത്വമാണ്. മനസ്സിലായോ? സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് ലോകത്തിൽ ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ലാത്ത കർത്താവിന്റെ ആ ദൈവത്വത്തിന്റെ ഒരു തെളിവും കൂടിയാണ്. ഇനിയും അതും കഴിഞ്ഞിട്ട് അസാധാരണമായ ഈ ജനനം, അത് കഴിഞ്ഞിട്ട് ബോൺ അണ്ടർ ദ ലോ. അപ്പൊ ദൈവത്തിന്റെ പുത്രൻ സ്ത്രീയുടെ സന്തതി കഴിഞ്ഞില്ല, പിന്നെ എന്താണ്? ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചു. ന്യായപ്രമാണത്തിന് കീഴ് ജനിക്കുക, ഇതെല്ലാം നോക്കണം. ആ കാലസമ്പൂർണതയിൽ ഇതെല്ലാം സംഭവിക്കുകയാണ്. ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായിട്ട് ദൈവം നിയോഗിച്ച് അയച്ചു. നമുക്കറിയാം, ബോൺ അണ്ടർ ദ കണ്ടീഷൻസ് ഓഫ് ദ ലോ. മനസ്സിലായോ? അതാണ് അതിൻ്റെ മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത്. ഇത് കർത്താവ് ഒരു പിന്നെ ജൂയിഷ് റേസിൽ യൂത മതത്തിൽ വളർത്തപ്പെട്ടു അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു സൂചന ആണ്, അല്ലെങ്കിൽ അതാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഇവിടെ ഒരു സംശയം ഉണ്ടാവും സാധാരണഗതിയിൽ. ഈ കർത്താവ് ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി ആണോ ഇരിക്കുന്നത്? ന്യായപ്രമാണത്തിന് കീഴിരുന്നവനാണോ? അങ്ങനെ പറയാമോ? കർത്താവിന് ദൈവത്വത്തിൽ അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. ദൈവത്വത്തിൽ കർത്താവ് ന്യായപ്രമാണത്തിന് കീഴല്ല, പിന്നെ എവിടെയാണ്? ന്യായപ്രമാണം നൽകിയത് തന്നെ കർത്താവാണ്. മനസ്സിലായോ? ന്യായപ്രമാണം നൽകിയത് കർത്താവാണ്. അപ്പോൾ ആ ന്യായപ്രമാണം നൽകിയ ക്രിസ്തു ഒരിക്കലും ന്യായപ്രമാണത്തിന് കീഴേ അല്ല, അണ്ടർ ദ ലോ അല്ല. പക്ഷേ തൻ്റെ മനുഷ്യാവതാരത്തിൽ താൻ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി. ഒന്ന്, ഈ യഹൂദ പാരമ്പര്യം പറയാനായിട്ട്. രണ്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളിവിടെ ഗലാത്യ ലേഖനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അനുസരിച്ചാണ് നിങ്ങൾ തന്നെ പറഞ്ഞത് എന്താണ് ന്യായപ്രമാണത്തിന് കീഴ് ജനിക്കുക എന്ന് പറയുന്നത്. 3-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്? ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ശാപത്തിലായിരിക്കുന്ന ആൾക്കാരെ വിലയ്ക്ക് വാങ്ങുവാൻ തക്കവണ്ണം ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനായിട്ട് ജനിക്കുകയുണ്ടായി. നമുക്കറിയാം, കർത്താവ് ന്യായപ്രമാണം പൂർണ്ണമായി നിറവേറ്റുകയാണ് ചെയ്തത്. ന്യായപ്രമാണം നീക്കുവാനല്ല, പിന്നെ അതിനെ നിവർത്തിക്കുവാനാണ് ഞാൻ വന്നതെന്ന് കർത്താവ് പറയുകയുണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ ഈ പിന്നെ വ്യവസ്ഥ അനുസരിച്ചിട്ട് ന്യായപ്രമാണത്തിൻ്റെ ആ പരിഗണനയിൽ മനുഷ്യർ വെച്ചിരുന്ന ശാപം അത് മുഴുവനായിട്ടും ആരനുഭവിക്കേണ്ടതായി തീർന്നു?
കർത്താവായ യേശു ക്രിസ്തു അനുഭവിക്കാനിടയായിത്തീർന്നത്. അതാണ് താൻ ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവൻ ആകുക എന്ന് പറയുന്നത്. ജനിക്കുക എന്നുള്ളതിനേക്കാൾ ജനിച്ച് മരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ നമ്മളെ എന്താക്കി? അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിരുന്നല്ലേ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിൻ്റെ 6-7 വാക്യങ്ങൾ കർത്താവിന് വെച്ചാൽ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ദൈവം തൻ്റെ പുത്രനെ ഈ കാലസമ്പൂർണതയിൽ അയച്ചത് എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നെങ്കിലും യുഗങ്ങളുടെ ദൈവിക പരിപാടിയുടെ വെളിപ്പെടുത്തലായി. മനസ്സിലായോ? നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രിയ എപ്പിസോഡിലൂടെ ആ യുഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാനിടയായിട്ടുണ്ട്. ഒരു നിഷ്പാപയുഗം, അതിനു മുൻപ് മനസ്സിലായോ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഈ കാര്യം ഉണ്ടായിരുന്നു. ആ കാര്യം നടപ്പിലാക്കുവാൻ തക്കോണം കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതായിരുന്നു. അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുകൊണ്ട് താൻ സ്ത്രീയുടെ സന്തതിയായി വന്നു. അതിനേക്കാൾ അപ്പുറമായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായിട്ട് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് അതിന് ന്യായപ്രമാണം കൽപ്പിച്ചിരുന്ന വില പൂർണ്ണമായിട്ടും കൊടുത്തുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങുവാനിടയായിത്തീർന്നു, നമ്മളെ രക്ഷിക്കുവാനിടയായിരുന്നു. അങ്ങനെ ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ ഇവിടെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചല്ലോ, നമുക്ക് എല്ലാവർക്കും ദൈവമക്കളായിത്തീരുവാൻ അബ്രഹാമിൻ്റെ സന്തതികൾ എന്നുള്ളതും അവൻ്റെ ആ വാഗ്ദത്തത്തിൻ്റെ അവകാശികൾ, ക്രിസ്തുവിനോട് കൂട്ടവകാശികൾ എന്നുള്ളത്, ഈ അവകാശി എന്നുള്ളത് ഈ അധ്യായത്തിലെ 7-ാം വാക്യത്തിലേക്ക് ഒരു വീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ആ പദവി ലഭിച്ചു. മാത്രമല്ല വർണ്ണ വ്യത്യാസമില്ലാതെ, പിന്നെ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് വ്യത്യാസമില്ലാതെ, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നാണ് എന്നുള്ള നിലയിൽ ക്രിസ്തുവിൽ ചേരുവാനായിട്ടും നമുക്ക് ഇടയായിട്ടുണ്ട്. ഇത്ര വലിയ ഈ പദ്ധതി ഒരുക്കുക ദൈവത്തിൻ്റെ വലിയ കരുണ നമുക്ക് ഓർക്കാം, നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം. മാത്രമല്ല കർത്താവിനെ ധരിച്ചുകൊണ്ട് അവനെ വെളിപ്പെടുത്തുന്നവരായി, മനസ്സിലായോ, ആ ആത്മീയ പക്വത ജീവിതത്തിൽ കാണിക്കുന്നവരായിട്ട് നമുക്ക് ഇരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുന്നതാണ്.